ഓക്കെ, സോ ബ്ലോക്ക് 3യുടെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ജെൻഡർ സോഷ്യലൈസേഷൻ തിയറി. സോ ജെൻഡർ സോഷ്യലൈസേഷൻ തിയറി എന്ന് പറയുമ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദി ഡെഫിനിഷൻ ആൻഡ് ഇതിന്റെ ഒരു കോർ കോൺസെപ്റ്റ്, അതായത് ജെൻഡർ സോഷ്യലൈസേഷൻ എന്താണെന്നുള്ളത്. സോ ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ലേൺ ആൻഡ് ഇന്റർനലൈസ് ദ നോംസ്, റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് അസോസിയേറ്റഡ് വിത്ത് ദ ജെൻഡർ വിത്തിൻ എ സ്പെസിഫിക് സൊസൈറ്റി. സോ സോഷ്യലൈസേഷൻ നമുക്കറിയാം അല്ലേ? സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ബേസിക് ആയിട്ട് ഒരു ഓർഗാനിക് ആയിട്ട് ജനിക്കുന്ന ബയോളജിക്കൽ ബീയിങ്ങിന് ഒരു സോഷ്യൽ ബീയിങ് ആയിട്ട് മാറ്റുന്ന പ്രോസസ്സിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു പ്രോസസ്സിലേക്ക് ജെൻഡർ എന്ന ആ ഫീച്ചറും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ജെൻഡർ സ്പെസിഫിക് ആയിട്ട് ഒരു വ്യക്തിയിൽ നിന്ന് സൊസൈറ്റി എന്താണോ എക്സ്പെക്ട് ചെയ്യുന്ന പെരുമാറ്റ ചട്ടങ്ങൾ അത് ഇന്റേണലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോ ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അതൊരു ബയോളജിക്കൽ ട്രേറ്റ് അല്ല, സെക്സ് ആണ് ബയോളജിക്കൽ ട്രേറ്റ്. ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ്. So gender is not an inherent biological trait but a learned performance. Individuals എന്താണ് ചെയ്യുന്നത്? അവര് സൊസൈറ്റിയിലുള്ള കാര്യകർമ്മങ്ങളിലെ കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ജെൻഡർ എന്താണെന്നും ജെൻഡർ എക്സ്പെക്ടേഷൻസ് എന്താണ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനാണ് ജെൻഡർ എന്ന് പറയുന്നത്. സോ ഇതിനെന്താണ്? ജെൻഡർ സോഷ്യലൈസേഷനും ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ് ഇതിന്റെ പിറകിലുള്ളത്. അതായത് a critical realization that gender norms are socially constructed than ബയോളജിക്കലി ഡിറ്റർമിൻഡ് ഓർ നാച്ചുറൽ. സോ ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമുക്ക് നാച്ചുറലി ഉള്ള ഒരു കാര്യമല്ല. അല്ലെങ്കിൽ ഒരാൾ ജനിക്കുമ്പോഴത്തേക്ക് ഓക്കെ പെൺകുട്ടിയാണ് അല്ലെങ്കിൽ പുരുഷനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന എന്റെ ജെൻഡർ ഐഡിയാസ് ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ല ആരും പെരുമാറുന്നത്. തെറ്റ് ശരി എന്ന് സൊസൈറ്റി പഠിപ്പിച്ചുകൊണ്ടാണ്, ആ സോഷ്യലി ആണ് ഈ ഐഡിയ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത്. സോ സോഷ്യലൈസേഷന്റെ പേർപ്പസ് എന്താണ്? ബേസിക്കലി ഒന്നാമതായിട്ടെന്ന് പറഞ്ഞാൽ സോഷ്യോളജിക്കലി പറയുകയാണെങ്കിൽ കൾച്ചറൽ കണ്ടിന്യൂറ്റി, അതായത് തലമുറകളായിട്ട് നമ്മൾ കൈമാറുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് തലമുറയിലേക്ക് കൈമാറി പോകുക എന്നുള്ളൊരു ഐഡിയ ആണ്. അതാണ് കൾച്ചറൽ കണ്ടിന്യൂറ്റി. അതായത് ഇറ്റ് സെർവ്സ് ആസ് ദി mechanism through which a society passes its culture, tradition and expectations to the next generation. സോ സൊസൈറ്റിയിൽ നിന്ന് ഓരോ ജനറേഷൻ മനസ്സിലാക്കുന്നതും അവര് അക്യുമുലേറ്റ് ചെയ്യുന്ന വിവരങ്ങളും ട്രഡീഷൻസും കസ്റ്റംസും പ്രാക്ടീസസും എല്ലാം, അല്ലെങ്കിൽ കൂടാതെ എന്താണ് അവരുടെ എക്സ്പെക്ടേഷൻസും, ഇതെല്ലാം എന്ത് ചെയ്യാണ്? അടുത്ത ജനറേഷനിലേക്ക് കൈമാറുകയാണ്. അതാണ് സോഷ്യലൈസേഷൻ വഴി ചെയ്യുന്നത്. സോഷ്യലൈസേഷൻ പ്രോസസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം അല്ലെ, പല ഏജൻസ് ആണുള്ളത്. ഫാമിലി ഉണ്ട്, പിയർ ഗ്രൂപ്പ്സ് ഉണ്ട്, സ്കൂൾസ്, മീഡിയ എല്ലാം സോഷ്യലൈസേഷന്റെ ഭാഗമാണ്. സോ ഈ ടൂൾസ് അല്ലെങ്കിൽ ഈ ഏജൻസ് എല്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? അവർക്ക് അറിയാവുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അവരിൽ നിന്നാണ് നമ്മൾ ഈ സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസ് പഠിക്കുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് കൾച്ചറൽ കണ്ടിന്യൂറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ നാവിഗേഷൻ, അതായത് ഇറ്റ് ടീച്ചേഴ്സ് ഇൻഡിവിജ്വൽസ് ഹൗ ടു നാവിഗേറ്റ് ദ സോഷ്യൽ എൻവയൺമെന്റ് ബൈ അണ്ടർസ്റ്റാൻഡിങ് അക്സെപ്റ്റഡ് ബിഹേവിയേഴ്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ്. സോ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു കുട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അത് നല്ലൊരു കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ പ്രോത്സാഹിപ്പിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് നൽകും. അതേസമയം തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെ വഴക്ക് പറയും, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റീഎൻഫോഴ്സ്മെന്റ് ചെയ്യും. ഈ രണ്ട് പ്രവൃത്തിയിൽ നിന്ന് ആ കുട്ടിക്ക് എന്താണ് മനസ്സിലാവുക? എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്നുള്ളത്. അത് പല ഘട്ടങ്ങളിൽ ഒരു കുട്ടിയുടെ വളർച്ചയിൽ അവർ കടന്നു പോകുന്ന പല ഘട്ടങ്ങളിൽ ഇൻഡിവിജ്വൽ ആയിട്ട് അഡൽട്ട് ആകുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ. സോ ഇതുവഴി എല്ലാം എന്ത് പഠിക്കുകയാണ്? ഒരു വ്യക്തി സൊസൈറ്റിയിൽ ആയിരിക്കുമ്പോഴത്തേക്ക് അവരിൽ നിന്ന് സോഷ്യൽ എൻവയൺമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയറും ആറ്റിറ്റ്യൂഡും എന്നുള്ളതാണ് പഠിക്കുന്നത്. ഇതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? സ്മൂത്ത് ആയിട്ട് സൊസൈറ്റിയുടെ ഒരു ഭാഗമായിട്ട് സോഷ്യലി നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. സോ ദാറ്റ് ഇസ് അനദർ പർപ്പസ്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് പ്രെഡിക്റ്റബിലിറ്റി, അതായത് ഇറ്റ് ഇൻസ്റ്റിൽസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ബിലീഫ്സ് ടു ഹെൽപ്പ് ആന്റിസിപ്പേറ്റ് ആൻഡ് ഫെസിലിറ്റേറ്റ് ഹൗ മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് വിൽ തിങ്ക്, ഫീൽ ആൻഡ് ബിഹേവ്. സോ സോഷ്യലൈസേഷൻ വഴി നമ്മൾ ഓൾറെഡി പഠിക്കുകയാണ് നോംസ് എന്താണ്, അല്ലെങ്കിൽ സൊസൈറ്റി നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്. സോ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ കഴിയണം ഒരു പെർട്ടിക്കുലർ സോഷ്യൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഓഫ് അസ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വി ഹാവ്. സോ ഈ പറഞ്ഞ കൾച്ചറൽ കണ്ടിന്യൂറ്റി, സോഷ്യൽ നാവിഗേഷൻ ആൻഡ് പ്രെഡിക്റ്റബിലിറ്റി, ഇതിനെല്ലാമായിട്ടാണ് സോഷ്യലൈസേഷൻ സഹായിക്കുന്നത്.
സോ കീ ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡിവിജ്വൽസ് ആകാം, ഗ്രൂപ്പ്സ് ആകാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം. ഒരു വ്യക്തിക്ക് ജെൻഡർ എന്താണെന്നുള്ള അല്ലെങ്കിൽ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യലൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കിച്ച് തരുന്ന പലതരത്തിലുള്ള ഏജൻസ് ഉണ്ട്. സോ ഫാമിലി ഈസ് വൺ. ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ഓഫൻ ദി പ്രൈമറി ആൻഡ് ഏർലിയസ്റ്റ് സോഴ്സ് ഓഫ് ജെൻഡർ റോൾ മോഡലിംഗ് എക്സ്പെക്ടേഷൻസ്. സോ ഫാമിലിയിലാണ് ആദ്യം ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്ക് എന്താണ് അവരുടെ പ്രൈമറി സോഷ്യലൈസിങ് ഏജന്റ് ഫാമിലിയാണ്. അവിടെ നിന്നാണ് കുട്ടി സൊസൈറ്റിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വാല്യൂസ് പഠിക്കുന്നത്. സോ അവിടെ നിന്ന് തന്നെയാണ് എന്താണ് ജെൻഡർ എന്താണെന്നുള്ളത് പഠിക്കുന്നത്. അതായത് ആ ഒരു സെൽഫ് റിയലൈസേഷൻ, ആ കുഞ്ഞ് ഏത് ജെൻഡർ കാറ്റഗറിയിൽ ബിലോങ് ചെയ്യുന്നു എന്നുള്ള ഐഡിയ ഫാമിലി എന്ന ഏജന്റിനാണ് കുട്ടിക്ക് ബോധ്യം ലഭിക്കുന്നത്. മറ്റൊരു ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നു? സ്കൂൾസ് ആണ് അവിടെ പ്രധാനമായിട്ട്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന എവിടെയായിരിക്കും? സ്കൂളുകളിലായിരിക്കും. സോ സ്കൂൾസ് എന്ത് ചെയ്യുന്നു? ദേ റീഎൻഫോഴ്സ് സോഷ്യൽ റോൾസ് ത്രൂ കരിക്കുലം, ടീച്ചിങ്, പിയർ ഡൈനാമിക്സ്. സോ ഒരു കുട്ടി സ്കൂളിന്റെ ഭാഗമാകുന്നത് വഴി അവർക്ക് അവിടെ ലഭിക്കുന്ന സോഷ്യൽ റോൾ ആസ് എ സ്റ്റുഡന്റ് എന്ന സോഷ്യൽ റോളിൽ കൂടെ അവരുടെ പഠന മെറ്റീരിയൽസിലൂടെയും ടീച്ചറായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് വഴി അവരുടെ സമപ്രായക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് വഴി അവർക്ക് ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ നടക്കുകയും ബേസിക് ആയിട്ടുള്ള സൊസൈറ്റിനെ കുറിച്ച് ധാരണ അവിടെയാണ് ലഭിക്കുന്നത്. കൂടാതെ സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെയാണ് ഒരു കുട്ടി അതോറിറ്റിക്ക് വിധേയമാകാനായിട്ട് പഠിക്കുന്നത്. മറ്റൊരു ഏജന്റ് എന്ന് പറഞ്ഞാൽ പിയർ ഗ്രൂപ്പ്സ്. സോ പിയർ ഗ്രൂപ്പ്സ് എന്ത് ചെയ്യുന്നു? സോഷ്യൽ നെറ്റ്വർക്ക്സ്. ദേ ആർ സോഷ്യൽ നെറ്റ്വർക്ക്സ് ദാറ്റ് പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്സ് ഓൺ അക്സെപ്റ്റബിൾ ജെൻഡർ ബിഹേവിയർ. സോ പിയർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ സമപ്രായക്കാരാണ്. അവിടെ നിന്നാണ് കുട്ടികൾ അവരുടെ സമപ്രായക്കാരായിട്ടുള്ള എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ലഭിക്കുകയാണ്. ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴത്തേക്ക് അവരിൽ നിന്ന് ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ എന്താണെന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് പിയർ ഗ്രൂപ്പ് ഇസ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മീഡിയ ആണ്. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് വെറും മീഡിയ മാത്രമല്ല സോഷ്യൽ മീഡിയയും കൂടെ അതിന്റെ ഒരു പ്രധാന ഭാഗമായിട്ട് വരുന്നു. സോ ഈ പ്ലാറ്റ്ഫോംസിലൂടെ എല്ലാം എന്ത് ചെയ്യാണ്? എല്ലാ തരത്തിലുള്ള ഗ്ലോബൽ ഒരു ഗ്ലോബൽ ഇന്ററാക്ഷൻ നടക്കുകയാണ്. അതായത് ദ ബ്രോഡ്കാസ്റ്റിംഗ് കൾച്ചറൽ ജെൻഡർ റോൾസ്. സോ ഈ മീഡിയ ഔട്ട്പുട്ട്സിൽ കൂടെ എല്ലാം കുട്ടികൾക്ക് അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ ഒരു വ്യക്തിക്ക് എന്താണ് ലഭ്യമാകുന്നത്? അവരിൽ നിന്ന് പല കൾച്ചറൽ സ്പേസസിൽ എന്താണ് ജെൻഡർ എന്ന് കോണ്ടാക്ട്, സോഷ്യൽ നോംസ്. സോ ഒരു കുട്ടി വീട്ടിൽ നിന്നാണ് ആദ്യമായിട്ട് സൊസൈറ്റിയുടെ സൊസൈറ്റി എന്താണ് അല്ലെങ്കിൽ distinct habits and standards for children based on gender from birth. സോ കുട്ടിയുടെ ജനന ആ ഒരു നിമിഷം തൊട്ട് തന്നെ എന്താണ് പാരന്റ്സ് അവിടെ ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള പല ക്യാൻ ബി എന്താണ് അവര് ധരിപ്പിക്കുന്ന വസ്ത്രങ്ങളാകാം, അല്ലെങ്കിൽ അവർക്ക് മേടിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ, അവരെ അഡ്രസ് ചെയ്യുന്ന രീതി, ഇതെല്ലാം ആ ഡിസ്റ്റിങ്ക്റ്റീവ് ഹാബിറ്റ്സ് ആണ്. സോ ഇതെല്ലാം വഴി എന്താണ് കുട്ടികളിൽ സ്ലോലി ആ ഒരു അവരുടെ ജെൻഡർ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന പ്രവൃത്തികളാണ്.
So gender roles are reinforced through toys, clothing, room decor, sports. So പലപ്പോഴും നമ്മൾ കാണുന്ന എന്താണ്, പെൺകുട്ടികളാണെങ്കിൽ അവരെ കുറച്ചും കൂടെ അടക്കം ഒതുക്കം ഉള്ള പ്രാക്ടീസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലേക്കാണ് സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാരന്റ്സ് അതിലേക്കാണ് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് സ്റ്റീരിയോടിപ്പിക്കൽ ഐഡിയ ആണ് ഞാൻ പറയുന്നത്. അതേസമയം ബോയ്സ് ആണെങ്കിലോ കുറച്ച് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കുറച്ചും കൂടെ മാറ്റമായിട്ടുള്ള പെരുമാറ്റത്തിനാണ് അവര് വിധേയമാക്കുന്നത്. So families teach specific values, dialects and tolerance levels that define what it means to be a man or a woman. So ഇതിപ്പോ പറഞ്ഞത് ഫിസിക്കൽ എൻവയൺമെന്റ് ആണ്. ഇനി അവരുടെ പെരുമാറ്റച്ചട്ടങ്ങളിൽ വരുമ്പോഴത്തേക്കോ ഒരു കുട്ടി, അത് സ്ത്രീ ആണെങ്കിൽ, ഒരു ഗേൾ ആണെങ്കിലും ഒരു ബോയ് ആണെങ്കിലും, അവിടെ അതിനടിസ്ഥാനമാക്കിയിട്ട് അവരെ സംസാരിക്കേണ്ട ഭാഷയും അവർക്ക് അവർ സഹിക്കേണ്ട സഹന ലെവൽസ് അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻസ് ഇതെല്ലാം എന്ത് ചെയ്യാണ്, കൺട്രോൾ ചെയ്യാണ്, പഠിപ്പിക്കുകയാണ്. ഇപ്പൊ ഒരു ആൺകുഞ്ഞാണെങ്കിൽ എന്താണ്, കരഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സ്റ്റീരിയോടിപ്പിക്കലി പറയുന്നത് എന്താണ്, ബോയ്സ് ഡോണ്ട് ക്രൈ, അല്ലെങ്കിൽ എന്താണ് പെൺകുട്ടികളാണ് കരയുന്നതെന്നുള്ള ഒരു ആശയമാണ് അവിടെ കൊടുക്കുന്നത്. സോ അതുവഴി എന്താണ് അവിടെ ആ ഒരു സൊസൈറ്റൽ എക്സ്പെക്ടേഷൻ ആണ് ആ ഒരു പെർട്ടിക്കുലർ കുട്ടിയിലേക്ക് കൊണ്ടുവരുന്നത്. സോ ദിസ് ഇസ് ഹൗ ഫാമിലി plays a role in gender socialization. ഇനി കമ്മിങ് ടു പിയർ ഗ്രൂപ്പ്സ്. പിയർ ഗ്രൂപ്പ്സ് എന്ത് ചെയ്യുന്നു, സോഷ്യൽ ഐഡന്റിറ്റി ആണ് പിയർ ഗ്രൂപ്പ്സ് വഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ആസ് ചിൽഡ്രൻ മൂവ് ഔട്ട്സൈഡ് ദ ഫാമിലി യൂണിറ്റ്, സോ കുട്ടികൾ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് എന്താണ്, അവർ സ്കൂളിലേക്ക് പോവുകയും അവരുടെ സ്വന്തം സമപ്രായക്കാരുമായിട്ട് interact ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് peer groups has a major role. So peer groups become a dominant force in gender stereotyping through social interaction. സോ ഒന്നാമതായിട്ട് സംഭവിക്കുന്നത് എന്താണ്, ഗ്രൂപ്പ് ഇത്രയും കാലം എന്തായിരുന്നു, ഫാമിലി ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആയിരുന്നു. അവിടെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടീനെ പഠിപ്പിക്കുന്നത്. ഇനി ഒരു ഗ്രൂപ്പ് ഡൈനാമിക്കിലേക്ക് പോവുകയാണ്. സോ ചിൽഡ്രൻ എക്സ്പ്ലോർ ദ സോഷ്യൽ സെൽസ് ബൈ ഫോളോവിങ് ദി കൺവെൻഷൻസ് ഓഫ് ദ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. സോ അവരുടെ ആ ഒരു കുട്ടികളുടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂട്ടായ്മയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അവരെ സ്വയം തന്നെ ഒരു സ്വയം പരിചയപ്പെടുത്തലും സ്വയം എക്സ്പ്ലോർ ചെയ്യുന്നതാണ് നടക്കുന്നത്. ആൻഡ് ആക്ടിവിറ്റി സെഗ്രിഗേഷൻ ഇവിടെ നടക്കുകയാണ്. അതായത് പിയർ ഗ്രൂപ്പ്സ് ഓഫൻ സെപ്പറേറ്റ് ബൈ ജെൻഡർ. സോ ഒരു കുട്ടികൾ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോഴത്തേക്ക് എന്താണ്, ഗേൾസ് ഒരു കൂട്ടമായിട്ട് പോകും, ബോയ്സ് ഒരു കൂട്ടമായിട്ട് വരും. സോ അങ്ങനെ ആക്ടിവിറ്റി സെഗ്രിഗേഷൻ അവിടെ നടക്കുകയാണ്. സോ ബൈ ജെൻഡർ ദേ ആർ ഫോമിംഗ് ഗ്രൂപ്പ്സ് ആൻഡ് എൻകറേജിങ് ഡിഫറെന്റ് ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് അലൈൻ വിത്ത് ദ കൾച്ചറൽ എക്സ്പെക്ടേഷൻ. സോ ഇവരിങ്ങനെ ഗ്രൂപ്പായി കഴിയുമ്പോഴത്തേക്ക് what do they do? അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കൂട്ടമായിട്ട്, ഇപ്പൊ ഗേൾസ് ആണെങ്കിൽ അവർ കുറച്ചും കൂടെ എന്താണ്, വീട് കളിക്കുക അല്ലെങ്കിൽ കെയർ ആക്ടിവിറ്റി, സർവീസ് ആയിട്ടുള്ള കളികളിലായിരിക്കും അവർ ഏർപ്പെടുക. അതേസമയം ബോയ്സ് ആണെങ്കിൽ അവർ ഓടിക്കളിച്ച് തിമിർത്ത് ഫുട്ബോളോ അങ്ങനത്തെ എന്തെങ്കിലും റഫ് ആൻഡ് ടഫ് ആക്ടിവിറ്റിയിലേക്ക് പോകും. കാരണം എന്താണ്, ദിസ് ഇസ് വാട്ട് ഈസ് കൾച്ചറലി എക്സ്പെക്ടഡ് ഓഫ് ദം എന്ന് അവരെ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിച്ചിട്ടു. ദിസ് ഇസ് ദം പ്രാക്ടീസിങ് ദാറ്റ് തിങ്. രണ്ടാമതായിട്ട് റീഎൻഫോഴ്സ്മെന്റ് നടക്കുകയാണ്. അതായത് പിയേഴ്സ് ആക്ട് ആസ് ജെൻഡർ പോലീസ്. ജെൻഡർ പോലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി ഇപ്പോ അവർക്ക് കെയറിംഗ് ആയിട്ടുള്ള വീട് കളിക്കാൻ താല്പര്യമില്ല, പകരം എന്താണ് ഓടിക്കളിക്കണം, ഫുട്ബോൾ കളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഉള്ള മറ്റു പെൺകുട്ടികളെ അവരെ ഒറ്റപ്പെടുത്തുകയോ അവരെ കളിയാക്കുകയോ ചെയ്യുകയാണ്. അത് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ജെൻഡർ പോലീസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പിയേഴ്സ് എന്ത് ചെയ്യുന്നു, ദേ ആക്ട് as gender police, rewarding behaviors that fit stereotypes and often discouraging that those do not. So അവിടെ കുട്ടികൾ ജെൻഡർ പോലീസിംഗ് വഴി എന്താണ് ഉദ്ദേശിക്കുന്നത്, അവരെ സൊസൈറ്റലി ആ ജെൻഡർ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് പ്രോത്സാഹിപ്പിക്കുകയും ഏർപ്പെടാതെ ഇരുന്നാൽ എന്ത് ചെയ്യുന്നു, അവരെ ഡിസ്കറേജ് ചെയ്യുകയും അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുകയാണ്. സോ ഇതുവഴി വീണ്ടും ജെൻഡർ എന്നുള്ള ഐഡിയ അവരിലേക്ക് റീഇൻഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. എഡ്യൂക്കേഷൻ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട സോഷ്യലൈസിങ് ഏജന്റ്. സോ എഡ്യൂക്കേഷൻ എന്താണ്, ഫോർമൽ ആയിട്ടുള്ള സോഷ്യലൈസേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. മറ്റ് രണ്ട് ഏജൻസ്, അതായത് ഫാമിലി ആയാലും പിയർ ഗ്രൂപ്പ്, ഇൻഫോർമൽ ഏജൻസ് ആണ്. സോ സ്കൂൾസ് ആൻഡ് ടീച്ചേഴ്സ് റീഇൻഫോഴ്സ് ജെൻഡർ റോൾസ് ത്രൂ ബോത്ത് ദി ഹിഡൻ കറിക്കുലം ആൻഡ് ഫോർമൽ ഇന്ററാക്ഷൻ. സോ അവിടെ എന്താണ്, കുട്ടികൾ ടീച്ചേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ വഴി അവര് ടീച്ചേഴ്സായിട്ടുള്ള ഇന്ററാക്ഷൻ വഴി അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് അല്ലാതെയും അവരെന്ത് ചെയ്യണം, അവർ ജെൻഡറിനെ കുറിച്ച് പഠിക്കുകയാണ്. സോ ടീച്ചേഴ്സ് ട്രീറ്റ് ഡിഫറെന്റ്ലി
activities or needs of boys versus girls. So ടീച്ചിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് കൂടുതൽ സയൻസ് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആർ സൂട്ടഡ് ഫോർ ബോയ്സ് എന്നും അതേസമയം സോഷ്യൽ അല്ലെങ്കിൽ ആർട്സ് അത് ഇവിടെ പല രീതിക്കായിട്ട് അപ്ലൈ ചെയ്യപ്പെടുകയാണ്. സോ ഫോർമലി എങ്ങനെ ടെക്സ്റ്റ് ബുക്സ് ആകും അല്ലെങ്കിൽ കരിക്കുലത്തിൽ കൂടെ ആകാം. സോ ടെക്സ്റ്റ് ബുക്സിൽ പലപ്പോഴും നമ്മൾ റെപ്രസെന്റേഷൻ ജെൻഡർ ഇൻ സ്റ്റോറീസ്, ഇപ്പോ ഇംഗ്ലീഷോ മലയാളമോ എന്തെങ്കിലും ഒരു സബ്ജക്ട് പഠിക്കുമ്പോഴത്തേക്ക് അവിടെ കൊടുത്തിരുന്ന കഥകളിൽ എന്താണ് കൊടുത്തിരുന്ന കഥകളിൽ പലപ്പോഴും ജെൻഡർ ഉണ്ട്, സൊസൈറ്റി സ്റ്റീരിയോടിപ്പിക്കലി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് കഥകളായാലും ചരിത്രമായാലും. അതേപോലെ തന്നെ അവരുടെ കരിക്കുലം എന്ന് പറയുമ്പോഴും സബ്ജക്ട്സ് അല്ലെങ്കിൽ സ്കിൽസ് സ്പെസിഫിക്കലി ജെൻഡർ ബേസ്ഡ് ആയിട്ട് അവതരിക്കപ്പെടാം. സോ ദ യൂസ് ഓഫ് ഡിഫറെന്റ് ടോയ്സ്, ആക്ടിവിറ്റീസ് ഓർ ചോസ് ഇൻ ക്ലാസ് റൂം ക്യാൻ ബി ബേസ്ഡ് ഓൺ സ്റ്റുഡൻസ് ജെൻഡർ. സോ പലപ്പോഴും ക്ലാസ് റൂമിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്ലാസ് റൂം അറേഞ്ച്മെന്റ് തന്നെ എങ്ങനെയായിരിക്കാം, അവരുടെ ജെൻഡറിനെ അടിസ്ഥാനമാക്കിയിട്ടാകാം. സോ ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി കുട്ടികൾ എന്ത് ചെയ്യാണ്, കുറെ ജെൻഡർ ഡൂസ് ആൻഡ് ഡോൺസ് പഠിക്കണം. അതായത് സൊസൈറ്റി നിശ്ചയിച്ചിട്ടുള്ള ഓരോ പർട്ടിക്കുലർ ജെൻഡറിന് എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ എന്നുള്ളത് എഡ്യൂക്കേഷണൽ പ്രോസസ്സിൽ കൂടെ അവര് പഠിക്കുകയാണ്. മീഡിയ എന്ത് ചെയ്യുന്നു, ഇന്റർണലൈസേഷൻ ഓഫ് സ്റ്റീരിയോ ടൈപ്സ് ആണ് ചെയ്യുന്നത്. ഓൾറെഡി സൊസൈറ്റിയിൽ കുറെ മിസ്കൺസെപ്ഷൻസും കുറെ സ്റ്റീരിയോടൈപ്പ് പ്രെജുഡിസ്ഡ് ആയിട്ടുള്ള ഐഡിയാസ് ഓൾറെഡി ഉണ്ട്. സ്ത്രീകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, കെയറിംഗ് നേച്ചർ ഉള്ളവരായിരിക്കണം, മദർലി ആയിരിക്കണം എന്നുള്ള ആ ഒരു നേച്ചറിങ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം എന്നാണ് മീഡിയയുടെ റെപ്രസെന്റേഷൻ. അതേസമയം ബോയ്സ് അല്ലെങ്കിൽ മെൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, കുറച്ചും കൂടെ മാസ്കുലിൻ ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം എന്നാണ്, അല്ലെങ്കിൽ ബ്രെഡ് വിന്നേഴ്സ് ആണ്, ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. സോ ഈ തരത്തിലുള്ള സ്റ്റീരിയോടൈപ്പിക്കൽ ഐഡിയാസ് എന്ത് ചെയ്യണം, മീഡിയ വീണ്ടും പല പല ഇന്റർപ്രിട്ടേഷൻസ് അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ വഴി എൻഫോഴ്സ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സോ പലപ്പോഴും അണ്ടർ റെപ്രസെന്റേഷൻ കാണാം. അതായത് റിസർച്ചേഴ്സ് ഷോ വിമൻ ഓഫ് ഫ്രീക്വന്റ്ലി അണ്ടർ റിപ്രസെന്റഡ് ഇൻ മീഡിയ കണ്ടന്റ് കമ്പയർ ടു മെൻ. സോ പല റിസർച്ച് പഠനങ്ങളും കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ പല അവസ്ഥകളിലും പുരുഷന്മാരെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കിട്ടുന്ന റെപ്രസെന്റേഷൻ താരതമ്യം കുറവാണ്. ആൻഡ് സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും സ്ത്രീകൾ എന്തായിട്ടാണ്, ഒരു ഒബ്ജക്ടിഫിക്കേഷൻ ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ സെക്ഷുവലൈസേഷൻ. അതായത് സ്ത്രീകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സെക്ഷൽ ഒബ്ജക്ട് ആയിട്ട് പലപ്പോഴും ഇപ്പോ പെർഫ്യൂംസിന്റെ പരസ്യം എടുത്തു കഴിഞ്ഞാൽ കാണാം, പുരുഷന്മാരുടെ പെർഫ്യൂം ആയിരിക്കാം, പക്ഷെ പുരുഷന്മാർ പെർഫ്യൂം അടിക്കുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്, സ്ത്രീകൾ അവരിലേക്ക് അട്രാക്റ്റഡ് ആകുന്നതാണ് കാണിക്കുന്നത്. സോ അവിടെ എന്താണ്, ആ സ്ത്രീയുടെ സെക്ഷലൈസേഷൻ ആണ് അവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ ഗെയിംസ് ആൻഡ് TV ഷോസ് പലതരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് ആണ് ഈ തരത്തിൽ സെക്ഷൽ അപ്പീലോടെ സ്ത്രീകളെ അവതരിപ്പിക്കുക എന്നുള്ളത്. മറ്റൊന്ന് പറഞ്ഞാൽ ഇസ് റോൾ പൊട്രയൽ. അതായത് മീഡിയ ഓഫൻ റീഎൻഫോഴ്സസ് ട്രഡീഷണൽ റോൾസ്. എക്സാമ്പിൾ മെൻ ആസ് ലീഡേഴ്സ്, പ്രൊവൈഡേഴ്സ്, വിമൻ ഇൻ ഡൊമസ്റ്റിക് ഓർ ഡെക്കറേറ്റീവ് റോൾസ്. സോ പലപ്പോഴും ഒരു ബേസിക് സീരിയൽ തൊട്ട് അല്ലെങ്കിൽ ഒരു പരസ്യം എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്ത്രീനെ എപ്പോഴും എവിടെയായിരിക്കും കാണിക്കുന്നത്, കിച്ചണിലായിരിക്കാം. ഇപ്പൊ ഒരു പാത്രത്തിന്റെ പരസ്യമായാലും ഒരു കോഫി പൗഡറിന്റെ പരസ്യമായാലും എന്താണ്, അല്ലെങ്കിൽ ഒരു വാട്ടർ കൂളറിന്റെ പരസ്യമാണെങ്കിൽ പോലും ഒരു സ്ത്രീ ആയിരിക്കും കിച്ചണിൽ നിൽക്കുന്നത്. ഇറ്റ് വിൽ നെവർ ബി എ മാൻ. പുരുഷൻ എന്തായിരിക്കും, ഡോറ് തുറന്ന് അവരെ വീട്ടിലേക്ക് സ്വീകരിക്കുന്ന ആളും ഡിക്റ്റേറ്റ് ചെയ്യുന്ന ആളായിട്ടായിരിക്കും കാണിക്കുന്നത്. സോ അവിടെയും എന്താണ്, ട്രഡീഷണൽ ആയിട്ടുള്ള റോൾസ്, അതായത് സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ ഡൊമസ്റ്റിക് നേച്ചർ ആണ് അവർക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതെന്നും അവരുടെ അലങ്കാര വസ്തുക്കളായിട്ട് അവരെ അടുക്കളയിലേക്ക് ഒതുക്കുന്ന തരത്തിലുള്ള പൊട്രയൽസ് ആണ് കൂടുതലും കാണുന്നത്. അതേസമയം മെൻ എന്ന് പറയുമ്പോഴത്തേക്കോ ഔട്ട് ഗോയിങ് ആയിട്ട് പവർ പൊസിഷനിലും ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടാണ് പുരുഷന്മാരെ കാണിക്കുന്നത്. സോ വീണ്ടും എന്ത് ചെയ്യണം, മീഡിയ ഓൾറെഡി സൊസൈറ്റിയിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റീരിയോടൈപ്പ് ആയിട്ടുള്ള ഐഡിയാസ് വീണ്ടും ആളുകളിലേക്ക് റീഇൻഫോഴ്സ് ചെയ്ത് ഏൽപ്പിക്കുകയാണ്. സോ ദ മീഡിയ
Perpetuation of stereotypes often disproportionately affects minority groups, including women of different races, sexual orientations, and abilities. So, ഈ മീഡിയ റെപ്രസെന്റേഷനിൽ തന്നെ സ്ത്രീകളെ കുറിച്ച് ഉള്ള റെപ്രസെന്റേഷൻ നമുക്കൊരു ഇന്റർസെക്ഷനാലിറ്റി അതിന്റെ ഉള്ളിൽ തന്നെ വീണ്ടും ഒരു ഡിവിഷൻ കാണാം. അതായത് സ്ത്രീകളെ ഒരു ലാർജ് ആയിട്ട് ഓൾറെഡി എന്താണ് ഒബ്ജക്ടിഫൈ ചെയ്ത് സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള കുറെ ഐഡിയാസ് ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ കാഴ്ചവെക്കുന്നത്. അതേസമയം അതിന്റെ ഉള്ളിൽ ഡിഫറെന്റ് റേസിലുള്ള, അതായത് കറുത്ത വർഗത്തിലുള്ള സ്ത്രീകൾ, വൈറ്റ് വിമൻ, ബ്രൗൺ സ്കിൻഡ് ആയിട്ടുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ ഡിഫറെന്റ് സെക്ഷൽ ഓറിയന്റേഷൻസ് ഉള്ള ആൻഡ് പലതരത്തിലുള്ള കഴിവുകളുള്ള സ്ത്രീകളെ മിസ്റെപ്രസെന്റേഷൻ, ആ രീതിക്കുള്ള ഇന്റർസെക്ഷനാലിറ്റിയും നമുക്ക് സൊസൈറ്റിയുടെ സ്റ്റീരിയോടിപ്പിക്കൽ ഐഡിയാസ് കാണുക. So coming to generalization. Socialization അല്ലെങ്കിൽ ജെൻഡർ സോഷ്യലൈസേഷൻ എങ്ങനെ സോ ഈ ഒരു തിയറി സ്ഥാപിക്കുന്നത് എന്താണ്? ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് സോഷ്യൽ റോൾസ് എവിടെ ആണ് പ്രവർത്തിച്ചു വരുന്നത്? ഫിസിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ആയിട്ട് ഒരു സ്ത്രീയും പുരുഷനും ഉള്ള അതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നാണ് ബയോളജിക്കൽ തിയറി കാണിച്ചിട്ടുള്ളത്. അതായത് ബയോളജിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി ആൻഡ് ഫിസിയോളജിക്കൽ ഫീച്ചേഴ്സ് കൊണ്ട് ഒരു ആയിട്ട് നമ്മൾ അവരെ ഡിവിഷൻ ചെയ്യുന്നത് കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് അവരുടെ ജെൻഡർ ഐഡന്റിറ്റി, ആ ജെൻഡർ ഐഡന്റിറ്റി ബേസ് ചെയ്തിട്ടുള്ള എന്നാണ് ബയോളജിക്കൽ ഡയറക്റ്റ് റിസൾട്ട് ഓഫ് വൺസ് ബയോളജിക്കൽ സെക്സ്. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സ്ത്രീയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ബയോളജിക്കൽ സെക്സുമായിട്ട് അടിസ്ഥാനമാക്കിയിട്ടാണ് അവരുടെ ജെൻഡർ ഐഡന്റിറ്റി അവിടെ നിശ്ചയിക്കപ്പെടുന്നത്. സോ ജെൻഡർ ടു ഡിഫറൻസസ്. സോ അവിടെ എന്താണ്? ഒരു ബയോളജിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവരുടെ ജെൻഡർ ഐഡന്റിറ്റി അല്ലെങ്കിൽ സോഷ്യൽ റോൾ രൂപകൊള്ളുന്നതെന്ന് പറഞ്ഞു. സോ അതിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഒരു സ്ത്രീയായിട്ട് ജനിച്ചിട്ട് സ്ത്രീക്ക് സൊസൈറ്റി ഉദ്ദേശിച്ചേക്കുന്ന രീതിയിൽ പെരുമാറിയില്ല എങ്കിൽ അവിടെ എന്താണ് അവിടെ പറയുന്നത്? ബയോളജിക്കലി ഉള്ള പ്രശ്നങ്ങൾ അല്ല, അതായത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടോ ക്രോമസോമൽ പ്രശ്നങ്ങൾ കൊണ്ടോ ബ്രെയിൻ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടോ ആണ് ആ ടൈപ്പ് ഓഫ് ജെൻഡർ ഡിസ്പാരിറ്റി ഉണ്ടാകുന്നതെന്നാണ് ഈ തിയറി പറയുന്നത്. സോ ഇവിടെ ബിഹേവിയർ ഇസ് സീൻ ആസ് എൻ എക്സ്പ്രഷൻ ഓഫ് നേച്ചർ റാദർ ദാൻ നർച്ചർ. സോ ബയോളജിക്കൽ തിയറി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ജെൻഡറിനെ അടിസ്ഥാനമാക്കിയിട്ട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് അത് നേച്ചറിനെ അടിസ്ഥാനമാക്കിയിട്ടിരിക്കുന്നു. പകരം എന്തല്ല, ആ ഒരു വ്യക്തിനെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇരിക്കുന്നില്ല എന്നുള്ളതാണ് വാദം. അടിസ്ഥാനമാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദി foundations laid by Sigmund Freud in the late 19th and early 20th century. സോ ഈ ഒരു കാലയളവിൽ അദ്ദേഹത്തിന്റെ തിയറികൾ അടിസ്ഥാനമാക്കിയിട്ടാണ്, അദ്ദേഹത്തിന്റെ സൈക്കോ അനലിറ്റിക് തിയറിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ജെൻഡർ ബേസ്ഡ് ആയിട്ട് ഈ തിയറി പറയുന്നത്. സോ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഷേപ്ഡ് ബൈ ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആൻഡ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത് എങ്ങനെ രൂപം കൊള്ളുന്നു? ഒരു കുട്ടിക്കാലത്ത് കടന്നു പോകുന്ന അവരുടെ സാഹചര്യവും എക്സ്പീരിയൻസസ് അത് കോൺഷ്യസ്ലി ആകാം അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി അവര് ഇന്റേണലൈസ് ചെയ്യുന്നത് വഴിയാണ് അവിടെ ജെൻഡർ ഐഡന്റിറ്റി രൂപം കൊള്ളുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. സോ ഇറ്റ് എംഫസൈസസ് ദി ഇമോഷണൽ ഡൈനാമിക്സ് വിത്തിൻ ദി ഫാമിലി ആൻഡ് ഹൗ ചിൽഡ്രൻ ബിഗിൻ ടു ഐഡന്റിഫൈ വിത്ത് ദി പാരന്റ് ഓഫ് ദ സെയിം സെക്സ്.
വരുമ്പോഴത്തേക്ക് ഒരു ഫാമിലിയുടെ ഉള്ളിലുള്ള ഇമോഷണൽ ഡൈനാമിക്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് കുട്ടികൾ എങ്ങനെയാണ് അവരുടെ സെയിം സെക്സ് പാരന്റുമായിട്ട് കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. So modern psychoanalytical theory focuses on how these early perceptions shape long-term conceptions of സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ. സോ ഇദ്ദേഹത്തിന്റെ ഈ തിയറി പല സൈക്കോളജിസ്റ്റുകളും അംഗീകരിച്ചില്ല. കാരണം ആഫ്റ്റർ എ പോയിന്റ് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു അഡോളസൻസ് ഏജിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്ക് കുട്ടിക്ക് ഓപ്പോസിറ്റ് സെക്സ് പാരന്റുമായിട്ട് ഒരു സെക്ഷുവൽ ആയിട്ടുള്ള ഒരു താല്പര്യം തോന്നും എന്നാണ്. സോ അത് മറ്റ് സൈക്കോളജിസ്റ്റുകൾ ക്രിട്ടിസൈസ് ചെയ്യുകയും തള്ളിക്കളയുകയും അത് അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. സോ മോഡേൺ സൈക്കോ അനലിറ്റിക്കൽ തിയറികൾ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? ദേ ഫോക്കസ് ഓൺ ഹൗ ദീസ് ഏർലി, അതായത് അവരുടെ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസസ്, അത് അൺകോൺഷ്യസ് ആയിട്ടാണെങ്കിലും അൺകോൺഷ്യസ് ആയിട്ട് ഉണ്ടാകുന്ന എക്സ്പീരിയൻസസ് എങ്ങനെയാണ് ലോങ് ടേം ആയിട്ട് ഭാവിയിൽ അവരുടെ അഡൾട്ട്ഹുഡ് അവരെത്തുമ്പോഴത്തേക്ക് ആ കാലയളവിൽ അവര് എന്താണോ സെക്ഷുവാലിറ്റിനെ കുറിച്ചും ജെൻഡറിനെ കൊണ്ടും മനസ്സിലാക്കുന്നത് എന്നുള്ളത് നിശ്ചയിക്കുന്നതെന്നാണ് മോഡേൺ സൈക്കോ അനലിറ്റിക്കൽ തിയറിറ്റീഷ്യൻസ് പറയുന്നത്. കമ്മിങ് ടു സോഷ്യൽ ലേണിംഗ് തിയറി. സോ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നത് പറഞ്ഞാൽ ദിസ് തിയറി അപ്ലൈസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബിഹേവിയറലിസം ടു ജെൻഡർ ഡെവലപ്മെന്റ്. സോ ഇവിടെ ബിഹേവിയറലിസം എന്ന് പറയുന്ന ഇതെങ്ങനെയാണ് ജെൻഡർ ഡെവലപ്മെന്റിന്റെ ഭാഗമാകുന്നത് എന്നുള്ളതാണ് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നത്. സോ ജെൻഡർ റോൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു, ഒരു കുട്ടി ജനിക്കുമ്പോഴത്തേക്ക് അവർക്ക് ബോധ്യമില്ല ഞാൻ പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഞാൻ പുരുഷൻ ബോയ് ആണ്, ദിസ് ഇസ് വാട്ട് ഈസ് എക്സ്പെക്ടഡ് വഴി കിട്ടുന്നില്ല. പകരം എന്താണ്, പല പല സോഷ്യലൈസിങ് ഏജൻസിൽ കൂടെയും പ്രോസസ്സിലൂടെയും കടന്നു പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു ഐഡിയ ഉണ്ടാകുന്നത്. സോ അതേപോലെ തന്നെ എന്താണ്, ജെൻഡർ റോൾസ് ആർ ലേൺ ത്രൂ ഒബ്സർവേഷൻസ് ആൻഡ് മോഡലിംഗ് എന്നാണ് ഈ തിയറിയുടെ പ്രധാനപ്പെട്ട കോർ ആശയം. സോ ചിൽഡ്രൻ വാച്ച് ബിഹേവിയർ ഓഫ് പാരന്റ്സ്, ടീച്ചേഴ്സ് ആൻഡ് പിയേഴ്സ് ആൻഡ് ദെൻ ഇമിറ്റേറ്റ് ദോസ് ആക്ഷൻസ്. സോ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു കുട്ടി അവരുടെ ചുറ്റുമുള്ള വ്യക്തികൾ, അത് പാരന്റ്സ് ആകാം, ടീച്ചേഴ്സ് ആകാം, അല്ലെങ്കിൽ സമപ്രായക്കാരായിട്ടുള്ളവരാകാം. സോ ഇവരെല്ലാം എന്താണ് ചെയ്യുന്നത്, എന്ത് ആക്ടിവിറ്റിയിലാണ് ഏർപ്പെടുന്നത്, ഇത് ഒബ്സർവ് ചെയ്ത് പഠിക്കുകയും അത് റീഎനാക്ട് ചെയ്യാൻ ശ്രമിക്കുക, അതായത് മോഡൽ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് സോഷ്യൽ ലേണിംഗ് തിയറി പറയുന്നത്. അതാണ് ജെൻഡർ ഡെവലപ്മെന്റ് ഭാഗമായിട്ട് ജെൻഡർ സോഷ്യലൈസേഷൻ നടക്കുന്നതായിട്ട് പറയുന്നത്. സോ ബിഹേവിയേഴ്സ് ദാറ്റ് അലൈൻ വിത്ത് സൊസൈറ്റൽ ജെൻഡർ നോംസ് ഇസ് ഓഫൻ rewarded while non-conforming behavior may be discouraged, reinforcing the learned role. So ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഒരു കുട്ടി സൊസൈറ്റി ഓൾറെഡി ജെൻഡർ ബേസ്ഡ് ആയിട്ട് ചെയ്യിച്ചിട്ടുണ്ട്. സോ ഓടിച്ചുകൊണ്ടല്ല അവർ പെരുമാറുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ പെർട്ടിക്കുലർ ബിഹേവിയർ ഇത് റിവാർഡിൽ കൂടെയോ അവര് കറക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റീഎൻഫോഴ്സ് ചെയ്യുന്നു. ബിഹേവിയറലിസം എങ്ങനെ ജെൻഡർ ഡെവലപ്മെന്റിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒരു കുട്ടി എങ്ങനെയാണ് ജെൻഡർ റോൾസ് പഠിക്കുന്നത്, ഒബ്സർവേഷൻ വഴിയും മോഡലിംഗ് വഴിയും. അതായത് അവരുടെ ചുറ്റുമുള്ള മറ്റ് വ്യക്തികൾ, അതേ ജെൻഡറിലുള്ള വ്യക്തികൾ എന്ത് ചെയ്യുന്നു എന്ന് അവർ ഒബ്സർവ് ചെയ്ത് അത് കോൺഷ്യസ്ലി അവർ മനസ്സിലാക്കിക്കൊണ്ട് അത് റീഎനാക്ട് ചെയ്ത് മോഡൽ ചെയ്യുന്നത് വഴിയാണ് സോഷ്യൽ ലേണിംഗ് തിയറി പറയുന്നത്. മറ്റൊരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി. സോ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി പറയുന്നത് പറഞ്ഞാൽ ദിസ് തിയറി ഫോക്കസസ് ഓൺ ദി ഇന്റേണൽ മെന്റൽ പ്രോസസ് ഓഫ് ദി ചൈൽഡ് ആൻഡ് ദെയർ ഡെവലപ്പിംഗ് ഇന്റലക്ട്. സോ കോഗ്നിറ്റീവ് എന്ന വാക്ക് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ എന്താണ്, ഒരു വ്യക്തിയുടെ ഇന്റലക്ട് ഒരു കുട്ടി ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഓരോ
ഓരോ ഫേസസിലാണ് പഠിക്കുന്നത്. സോ അത് സ്പെസിഫിക് ആയിട്ടുള്ള ഡെവലപ്മെന്റൽ സ്റ്റേജസ്, പല പല ഡെവലപ്മെന്റൽ സ്റ്റേജസിലാണ് കുട്ടി പഠിക്കുന്നത്. സോ എ ക്രിട്ടിക്കൽ മൈൽ സ്റ്റോൺ where a child realizes that their gender is permanent trait. അതായത് ആദ്യഘട്ടം സോഷ്യലൈസേഷൻ പ്രോസസ്സിന്റെ ആദ്യഘട്ടത്തിൽ ആ ഒരു കുട്ടി ആദ്യം എന്താണ്, ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോഴേ അത് സെപ്പറേറ്റ് ആണെന്നുള്ള ബോധ്യം പോലും ആ കുട്ടിക്കില്ല. കുട്ടി എപ്പോഴും അമ്മയുടെ ഭാഗമാണ്, അതായത് അമ്മയുടെ ഐഡന്റിറ്റിയുമായിട്ടാണ് യോജിച്ചിരിക്കുന്നത്. കുട്ടി ഒരു സെപ്പറേറ്റ് ബയോളജിക്കൽ ബീയിങ് ആണെന്ന് പോലും ആ ഒരു കുഞ്ഞിന് ബോധ്യം ഉണ്ടാകത്തില്ല. പിന്നീട് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട്, കുറച്ചും കൂടെ എന്താണ് കോൺഷ്യസ് ആയി തുടങ്ങുമ്പോഴത്തേക്കാണ് കുഞ്ഞും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായി തുടങ്ങുന്നത്. സോ ആ ഒരു ബോധ്യം ഉണ്ടായി തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ആ കുട്ടി ബോയ് ആണോ ഗേൾ ആണോ എന്ന് സ്വയം മനസ്സിലാക്കി തുടങ്ങുന്നത്. സോ ആ ഒരു ക്രിട്ടിക്കൽ മൈൽ സ്റ്റോൺ എപ്പോ അച്ചീവ് ചെയ്യുന്നോ അതേ സമയത്താണ് ജെൻഡർ എന്നുള്ള ആ കുട്ടിയുടെ പർട്ടിക്കുലർ ജെൻഡർ എന്താണെന്നുള്ളത് പെർമനന്റ് ട്രേറ്റ് ആയിട്ട് മാറുന്നത്. സോ ഇറ്റ് എക്സ്പ്ലെയിൻസ് ദിസ് തിയറി എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ചിൽഡ്രൻ ആക്റ്റീവ്ലി സീക്ക് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ക്യാരക്ടറൈസ് ദ എൻവയൺമെന്റ് ബേസ്ഡ് ഓൺ ദ കറന്റ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഗ്രോത്ത്. സോ ഒരു കുട്ടി ഈ തിയറി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ്ലി മനസ്സിലാക്കാൻ, നിരന്തരം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ആ കുട്ടിയുടെ ചുറ്റും നടക്കുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആ കുട്ടി ഇന്ററാക്ട് ചെയ്യുന്ന എൻവയൺമെന്റിനെ ഒരു ജെൻഡർ അടിസ്ഥാനമാക്കിയിട്ട് അവരുടെ കോഗ്നിറ്റീവ് വളർച്ചയുടെ ഭാഗമാക്കി മാറ്റുകയാണ്. സോ അതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി എന്ന് പറയുന്നത്. ഇനി ജെൻഡർ സ്കീമ തിയറിയാണ് മറ്റൊരു തിയറി. സോ ദിസ് പെർസ്പെക്ടീവ് കമ്പൈൻസ് ബോത്ത് എലിമെന്റ്സ് ഓഫ് ബോത്ത് സോഷ്യൽ ലേണിംഗ് ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറീസ്. സോ നമ്മൾ പറഞ്ഞ രണ്ട് തിയറീസ്, അതായത് സോഷ്യൽ ഡെവലപ്മെന്റ് തിയറിയും അല്ല സോഷ്യൽ ലേണിംഗ് തിയറിയും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി, ഇതിന്റെ ഒരു കൂടി യോജിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഒരു മിക്സ് ആണ് ജെൻഡർ സ്കീമ തിയറി എന്ന് പറയുന്നത്. സോ സ്കീമ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇറ്റ് ഇസ് എ മെന്റൽ ഫ്രെയിംവർക്ക് ഓഫ് ഫിൽട്ടർ ദാറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് ഓർഗനൈസ് ആൻഡ് ഇന്റർപ്രറ്റ് ഇൻഫർമേഷൻ. സോ സ്കീമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഫ്രെയിംവർക്ക് ആണ്. പക്ഷെ എന്താണ്, ഒരു മെന്റൽ ആയിട്ടുള്ള ഫ്രെയിംവർക്ക് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫിൽറ്റർ. ഇത് എന്തിനായിട്ട് സഹായിക്കുന്നു? ഒരു വ്യക്തിനെ അവർക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് മെന്റലി ഓർഗനൈസ് ചെയ്യാനും മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സ്കീമിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. സോ സൊസൈറ്റി പ്രൊവൈഡ്സ് ജെൻഡർ സ്കീമാസ് അല്ലെങ്കിൽ ഗൈഡ്സ് ദാറ്റ് ടെൽ ചിൽഡ്രൻ വാട്ട് ഇസ് മാസ്കുലിൻ ആൻഡ് വാട്ട് ഇസ് ഫെമിനിൻ. സോ ഒരു കുട്ടി എന്താണ് വീട്ടിലൂടെയും സ്കൂളിലും പിയർ ഗ്രൂപ്പ്സിലും എല്ലാ പ്രോസസ്സിലും എന്താണ് സംഭവിക്കുന്നത്? സൊസൈറ്റി നിശ്ചയിച്ചിട്ടുള്ള ഈ പറയുന്ന ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ജെൻഡർ ട്രേറ്റ്സ് അല്ലെങ്കിൽ ജെൻഡർ സ്കീമാസ് എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ജെൻഡർ സ്കീമാസ് അല്ലെങ്കിൽ ഗൈഡ്സ്, അതാണ് ഇവിടെ അവര് പരിചയപ്പെടുന്നത്. സോ അതുവഴി കുട്ടിക്ക് എന്ത് മനസ്സിലാകുന്നു? എന്താണ് മാസ്കുലിൻ ആയിട്ട് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് മാസ്കുലിൻ ആകുമ്പോഴത്തേക്ക് ചെയ്തുകൂടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ വാട്ട് ഇസ് ഫെമിനിൻ, ഫെമിനിറ്റി എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ്, എന്താണെന്നുള്ളത്, അതിന് വിരുദ്ധമായിട്ട് എന്തൊക്കെ ചെയ്തുകൂടാ എന്നോ ജെൻഡർ സ്കീമാസ് സൊസൈറ്റി നിശ്ചയിച്ചിട്ടുള്ള ഈ ജെൻഡർ ഗൈഡ്സ് അവര് പരിചയപ്പെടുകയായി. സോ ഇവിടെ ഇവാലുവേഷൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമാക്കുകയാണ്. ആ ഭാഗമാക്കുന്നത് വഴി അവർ എന്ത് ചെയ്യുന്നു? അവര് ഇന്ററാക്ട് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ, അത് എൻവയൺമെന്റ് ആയാലും സോഷ്യൽ ഇന്ററാക്ഷൻസ് ആയാലും, ഇവിടെ എന്തിനടിസ്ഥാനമാക്കിയിട്ടാണ് അവർ ആ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നത്? സൊസൈറ്റി ഓൾറെഡി നൽകിയിട്ടുള്ള ജെൻഡർ സ്കീമാസ് അല്ലെങ്കിൽ ജെൻഡർ ഗൈഡ് ലൈൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ സോഷ്യൽ ഇന്ററാക്ഷൻസും അവരുടെ സോഷ്യൽ സറൗണ്ടിങ്സിനെയും പ്രോസസ് ചെയ്യുന്നത്. സോ അവര് ഇവാലുവേഷൻ പ്രോസസ് നടക്കുകയാണ്. മറ്റൊന്ന് പറഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ, അതായത് സ്കീമാസ് ആക്ട് ആസ് എ ടൂൾ ടു സിംപ്ലിഫൈ കോംപ്ലെക്സ് സോഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് മേക്ക് ക്വിക്ക് ജഡ്ജ്മെന്റ്സ് അബൌട്ട് ഹൗ ടു ആക്ട് ഓർ വാട്ട് ടു ബിലീവ്. ഒരു അതായത് കാര്യങ്ങൾ എന്താണ്?
സോ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യം. സോ ജെൻഡർ സോഷ്യലൈസേഷൻ തിയറി പറയുമ്പോഴത്തേക്ക് ഒരു പ്രധാന ഫെമിനിസ്റ്റ് ആണ് ആൻ ഓക്ലി. സോ ആൻ ഓക്ലി എന്ന് പറയുന്നത് വാദിക്കുന്നത് എന്താണ്, ജെൻഡർ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് സോഷ്യലി മനുഷ്യര് സൃഷ്ടിച്ചെടുത്തതാണ്. പകരം എന്തല്ല, നാച്ചുറലി ബയോളജിക്കലി നമുക്ക് ഒഴിഞ്ഞുകൂടാൻ പറ്റാത്ത ഒരു വസ്തുത അല്ല. So her work focuses on how modern industrial societies create masculine and feminine identities through specific socialization process. So എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ആനോക്ലി പറയുന്നത്? ആനോക്ലി പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വർക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് മാസ്കുലിനിറ്റി അല്ലെങ്കിൽ ഫെമിനിറ്റി എന്നുള്ള ഐഡന്റിറ്റീസ് എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് എന്നും ഈ മാസ്കുലിൻ അല്ലെങ്കിൽ ഫെമിനിൻ ആയിട്ടുള്ള ഐഡിയാസ് സോഷ്യലൈസേഷൻ പ്രോസസ്സിന്റെ ഭാഗമാക്കിക്കൊണ്ട് നാച്ചുറലൈസേഷൻ നടത്തുന്നതെന്നുള്ളതാണ് ആൻ ഓക്ലി പറയുന്നത്. സോ ആൻ ഓക്ലി 4 പ്രോസസ് ഓഫ് ജെൻഡർ സോഷ്യലൈസേഷൻ പറയുന്നുണ്ട്. അവരൊരു 4 അല്ലെങ്കിൽ 4 പ്രോസസ്സിനെ കുറിച്ച് പറയുന്നത് ജെൻഡർ സോഷ്യലൈസേഷൻ നടക്കുന്നതിനെ പറ്റി. അതായത് ഓക്ലി ഐഡന്റിഫൈസ് 4 distinct mechanisms through which parents and society direct children towards appropriate gender roles. സോ ഓക്ലി ഈ 4 പ്രോസസ് ഓഫ് ജെൻഡർ സോഷ്യലൈസേഷൻ പറയുമ്പോഴത്തേക്ക് അവർ ഉദ്ദേശിച്ചത് എന്താണ്, അവര് 4 മെക്കാനിസംസിനെ കുറിച്ചാണ് പറയുന്നത്. പാരന്റ്സും സൊസൈറ്റിയും കുട്ടികളെ എന്താണോ ജെൻഡർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ജെൻഡർ റോൾസ് എന്ന് പഠിക്കാനായിട്ട് അവരെ കടത്തിവിടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഘട്ടങ്ങളെയാണ് പറയുന്നത്. സോ ആദ്യം തന്നെ മാനിപ്പുലേഷൻ ഇസ് വൺ. അതായത് the way parents or caregivers manipulate a child's self-concept by directing specific behaviors and attention towards them. സോ അവിടെ എന്താണ്, ഒരു കുട്ടി പാരന്റ്സ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ പ്രൈമറി കെയർ ഗിവേഴ്സ് ആ കുട്ടിക്ക് അവരെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ ജെൻഡറുമായിട്ട് അടിസ്ഥാനമാക്കിയിട്ടുള്ള ബോധ്യം സൃഷ്ടിക്കുന്നതിൽ ഒരു മാനിപ്പുലേഷൻ എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഒരു അമ്മയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, മദർ മേ സ്പെൻഡ് സിഗ്നിഫിക്കന്റ് ടൈം ഓൺ ഡോട്ടേഴ്സ് അപ്പിയറൻസ്. സ്ത്രീകൾ അല്ലെങ്കിൽ പൊതു ഫെമിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഫെമിനിറ്റിയുടെ ഒരു പ്രധാന ഭാഗം എന്താണ്, ഭംഗി അല്ലെ, അത് അപ്പിയറൻസ് എങ്ങനെയാണെന്നുള്ളതാണ്. സോ ആ അപ്പിയറൻസിന്റെ ഭാഗമായിട്ട് ഒരു അമ്മ പെൺകുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, അവരുടെ മുടി അല്ലെങ്കിൽ അവരെ ധരിപ്പിക്കുന്ന വസ്ത്രങ്ങൾ അതിന്റെ ഭംഗി എന്നുള്ള ആ ഐഡിയ ആ കുട്ടിയുടെ ഒരു ചിന്താഗതി കോഗ്നിറ്റീവ് ഫങ്ഷനിങ്ങിന്റെ ഭാഗമാക്കി എടുക്കുകയാണ്. സോ അവിടെ എന്ത് ചെയ്യണം, സിഗ്നലിംഗ് ദാറ്റ് ഫിസിക്കൽ അപ്പിയറൻസ് ഇസ് എ പ്രൈമറി പാർട്ട് ഓഫ് എ ഫീമെയിൽസ് ഐഡന്റിറ്റി. സോ കുഞ്ഞുനാളിൽ ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു, ഇത് ആ കുട്ടിയുടെ ഒരു അൺകോൺഷ്യസ്ലി അല്ലെങ്കിൽ കോൺഷ്യസ്ലി അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറുകയാണ്. അതായത് അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുകയാണ്, ഞാൻ ഫീമെയിൽ ആണ്, ഞാനൊരു ഗേൾ ചൈൽഡ് ആണ്. സോ എനിക്ക് ഞാൻ എങ്ങനെ എന്നെ തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ അവതരിപ്പിക്കുന്നു, അത് ഫിസിക്കലി ആയാലും ഒന്ന്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് കാനലൈസേഷൻ. കാനലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഡയറക്ടിങ് ഓർ ചാനലിംഗ് ചിൽഡ്രൻ ടുവേർഡ് സ്പെസിഫിക് ഒബ്ജക്ട്സ്, ടോയ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. സോ അവിടെ എന്ത് ചെയ്യാണ്, നമ്മള് ഒരു കുട്ടീനെ ആ അവരുടെ ജെൻഡറിനെ അടിസ്ഥാനമാക്കിയിട്ട് ദിസ് ഇസ് വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഓഫ് യു എന്നുള്ള ഉദ്ദേശത്തോടെ അവർക്ക് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന വസ്തുക്കളും അവരെ ഏർപ്പെടുത്തുന്ന ആക്ടിവിറ്റീസും എല്ലാം എന്താണ്, ജെൻഡർ ഓറിയന്റഡ് ആക്കുകയാണ്. ഇപ്പൊ കുട്ടികളാണെങ്കിൽ എന്താണ്, അവർക്ക് കിച്ചൺ സെറ്റ് മേടിച്ചു കൊടുക്കുക, ഡോൾസിനെ മേടിച്ചു കൊടുക്കുക, ഡൊമസ്റ്റിക് ടൂൾസ് മിനിച്ചർ ആയിട്ടുള്ള ഡൊമസ്റ്റിക് ടൂൾസിനെ മേടിച്ചു കൊടുക്കുക. ഇതെല്ലാം വഴി എന്താണ് ചെയ്യുന്നത്,
ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് ഡോൾ കൊടുക്കുമ്പോൾ അതെന്താണ് ചെയ്യുന്നത്, അതിന്റെ അമ്മ ആ കുട്ടീനെ എങ്ങനെയാണോ കരുതുന്നത് അതേപോലെ അതിനെ കെയർ ചെയ്യുക, അതിന്റെ മുടി കെട്ടിക്കൊടുക്കുക, വസ്ത്രം മാറുക, കുളിപ്പിക്കുക, ഇതെല്ലാമാണ് ഒരു കുഞ്ഞു ഡോളുമായിട്ട് കളിക്കുമ്പോഴത്തേക്ക് ചെയ്യുന്നത്. അവിടെ എന്താണ് ബേസിക്കലി ഒരു ലാർജർ പിക്ചർ കൊണ്ട് അഡ്രസ് ചെയ്യപ്പെടുന്നത്? മദർഹുഡ്, അല്ലെങ്കിൽ ഒരു കുട്ടി, ഒരു പെൺകുട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഭാവിയിലുള്ള നേർച്ചറിങ് മെന്റാലിറ്റി സൃഷ്ടിക്കപ്പെടുകയാണ്. അവരെ ഒരു ഡൊമസ്റ്റിക് ലൈഫിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് കാണുന്നത്. അതേസമയം ബോയ്സ് ആണെങ്കിലോ അവർക്ക് ബിൽഡിംഗ് ബ്ലോക്സ് കൊടുക്കുക, അല്ലെങ്കിൽ ലോജിക്കൽ ആയിട്ടുള്ള ടൂൾസ്, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ടൂൾസും ടോയ്സും നൽകുക. സോ അവിടെ എന്താണ്, അവരെയും ഭാവിയിലേക്ക് ഉള്ള എക്സ്പെക്ട് ചെയ്യുന്ന ലോജിക്കൽ ആയിട്ടുള്ള പെരുമാറ്റം ഉണ്ടാക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് വെർബൽ അപ്പലേഷൻസ്. സോ വെർബൽ അപ്പലേഷൻസ് എന്ന് പറയുന്നത് ഇത് യൂസ് ഓഫ് ചെയ്യുകയാണ്, അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ്. ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂസിങ് ഫ്രേസസ് ലൈക്ക് ഗുഡ് ഗേൾ അല്ലെങ്കിൽ ബ്രേവ് ലിറ്റിൽ മാൻ. ഇപ്പൊ ഒരു കൊച്ചു മകനാണെങ്കിൽ വീണിട്ട് കാല് മുറിഞ്ഞു, അവരെ കരയാതെ പിടിച്ചു നിൽക്കുമ്പോഴത്തേക്ക് എന്താണ് അവരെ ഓക്കെ നിങ്ങൾ കുഞ്ഞ് ചെയ്ത അല്ലെങ്കിൽ കുഞ്ഞിന്റെ റിയാക്ഷൻ ഇസ് കറക്റ്റ്, കാര്യമില്ല, അതുകൊണ്ട് ബ്രേവ് ആണെന്ന്, ബ്രേവ് ലിറ്റിൽ മാൻ ആണെന്ന് പറയുക. അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഇപ്പൊ ഒരു അമ്മേനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ഗുഡ് ലിറ്റിൽ ഗേൾ എന്ന് പറയുന്ന പോലെ. സോ ഇതേപോലെ ജെൻഡറിൽ ഊന്നു നിൽക്കുന്ന കോംപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ജെൻഡേർഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് വഴി എന്ത് സംഭവിക്കുന്നു? വി ആർ അഗൈൻ reinforcing gender identity. So these labels encourage children to identify with their gender and imitate same-sex adult behaviors. So ഇതുവഴി എന്ത് സംഭവിക്കുന്നു? അവര് ഈ ലേബിൾസുമായിട്ട് അവര് യോജിക്കുമ്പോഴത്തേക്ക് they're trying to identify with their gender. അവര് അവരുടെ ജെൻഡറുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയും അവരുടെ സെയിം ജെൻഡറിലുള്ള മറ്റ് അഡൾട്ട്സ് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഇമിറ്റേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് വെർബൽ അപ്പലേഷൻസ് കൊണ്ട് ആനോക്ലി പറഞ്ഞത്. നാലാമതായിട്ട് പറയുന്നത് പറഞ്ഞാൽ ഇസ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ്, അതായത് എൻകറേജിങ് ചിൽഡ്രൻ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിഫറെന്റ് ടാസ്ക് ബേസ്ഡ് ഓൺ ദ സെക്സ്. അവരുടെ സെക്സിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കുട്ടികളെ പല പല ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവരെ എൻകറേജ് ചെയ്യുക. അതായത് കോഴ്സിലേക്കായിരിക്കും, അത് കുക്കിംഗ് ആയിരിക്കാം, ക്ലീനിങ് ആയിരിക്കാം, സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്. സോ അതുവഴി എന്ത് ചെയ്യാണ്? യു റീഎൻഫോഴ്സിംഗ് ദ എക്സ്പെക്ടേഷൻ ഓഫ് അഡൽട്ട് ഡൊമസ്റ്റിസിറ്റി. സോ ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് ആ ഒരു പെർട്ടിക്കുലർ കുട്ടീനെ ആക്കുമ്പോഴത്തേക്ക് അവരുടെ ജെൻഡറിനെ അടിസ്ഥാനമാക്കിയിട്ട് അല്ലെങ്കിൽ അവരുടെ സെക്സിനെ അടിസ്ഥാനമാക്കിയിട്ട് അവരെ അതിലേക്ക് ചാനൽ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുകയാണ്, നിങ്ങളുടെ അഡൽട്ട്ഹുഡ് എത്തുമ്പോഴത്തേക്ക് ദിസ് ഇസ് വാട്ട് ഇസ് എക്സ്പെക്ടഡ് ഓഫ് യു എന്നുള്ളത്. സോ ആനോക്ലിയുടെ ഇതിലുള്ള ഒരു പ്രധാന ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ഈസ് പ്ലേസിംഗ് എംഫസിസ് ഓൺ കൾച്ചർ ആൻഡ് നോട്ട് ഓൺ ബയോളജി, അതായത് കൾച്ചർ ഓവർ ബയോളജി എന്നുള്ള ഐഡിയ ആണ്. സോ ഓക്ലീസ് പ്രൈമറി thesis is that cultural factors are the driving force behind gender behavior. സോ ഓക്ലി സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന എന്താണ്? ഒരു സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന ജെൻഡേർഡ് ആയിട്ടുള്ള ബിഹേവിയറിന്റെ പിറകിൽ എന്താണ് പ്രൈമറി ഫാക്ടർ ആയിട്ട് പറയുന്നത്? കൾച്ചറലി നമ്മൾ ചെയ്തു വരുന്ന പ്രവൃത്തികളാണ്, അല്ലാതെ ബയോളജി അല്ല. ഷീ അസേർട്സ് ദാറ്റ് ഇഫ് ജെൻഡർ were purely biological, roles would be identical across all cultures because they vary and are actively thought. They must be socially constructed. So അവർ പറയുന്നത് എന്താണ്? ജെൻഡർ ഈ പറയുന്നത് പോലെ
സോ ഓക്ലി പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ജെൻഡർ എന്ന് പറയുന്നത് പ്യോർലി ബയോളജീനെ അടിസ്ഥാനമാക്കിയായിരുന്നെങ്കിൽ നമ്മൾ ഗ്ലോബലി അക്രോസ് സൊസൈറ്റീസ് എല്ലാവരുടെയും ജെൻഡർ അടിസ്ഥാനമാക്കിയിട്ടുള്ള റോൾസ് ഒരേപോലെ ആയിരുന്നേ. പക്ഷെ എന്താണ്, ഇത് കൾച്ചറൽ വേരിയേഷൻ ഉള്ളതാണ്. എല്ലാരും സോഷ്യലി കൺസ്ട്രക്ട് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മൾക്ക് കാണാം. സോ അവരുടെ പ്രധാനപ്പെട്ട തീസിസ് എന്താണ്? ഷീ ഈസ് ട്രൈങ് ടു സേ ദാറ്റ് കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ് എന്തിന്റെ പിറകിൽ, ജെൻഡേർഡ് ആയിട്ടുള്ള പെരുമാറ്റത്തിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. സോ ഓക്ലിയുടെ സെക്സ് റോൾ തിയറി പലതരത്തിലുള്ള അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ഹാഡ് മെനി സിഗ്നിഫിക്കന്റ് ആക്കഡമിക് ക്രിറ്റിസിസംസ്. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് നിക്കി ചാൾസ് പറയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് ആൻ ഓക്ലിയുടെ തിയറിനെ കുറിച്ച് പറഞ്ഞാൽ ഇസ് ദാറ്റ് ഇറ്റ് ലാക്ക് പവർ അനാലിസിസ്. അതായത് ഓക്ലി എക്സ്പ്ലെയിൻസ് ഹൗ റോൾസ് ആർ തോട്ട് ബട്ട് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ വൈ മെൻ ആർ സോഷ്യലൈസ്ഡ് ഇൻടു ഡോമിനന്റ് റോൾസ്. സോ ഓക്ലി എന്താണ് ബേസിക്കലി ഡിസ്ക്രൈബ് ചെയ്യുകയാണ് എങ്ങനെയാണ് ജെൻഡേർഡ് ആയിട്ടുള്ള റോൾസ് ഓരോ വ്യക്തികളിലേക്ക് പഠിപ്പിക്കപ്പെടുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് പുരുഷന്മാരെ കുറച്ചുകൂടെ ഡോമിനന്റ് ആയിട്ടുള്ള പവർ റോൾസിലേക്ക് സോഷ്യലൈസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് പറയുന്നില്ല. അതിന്റെ സോ ഇറ്റ് ലാക്സ് പൊളിറ്റിക്കൽ ഡെപ്ത് ഓഫ് റാഡിക്കൽ ഓർ മാർക്സിസം regarding balances. ഇവിടെ എന്നുള്ളതാണ് നിക്കി ചാൾസിന്റെ വാദം. മറ്റൊരു ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്ലി സജസ്റ്റ് ജെൻഡർ റോൾസ് ആർ ഫിക്സ്ഡ് വിതിൻ എ സൊസൈറ്റി. സോ ഓക്ലി പറയുന്നത് എന്താണ്, ഒരു ജെൻഡർ റോൾ എന്ന് പറയുമ്പോഴത്തെ ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിയുടെ ഉള്ളിൽ ഫിക്സ്ഡ് ആണ്. പക്ഷേ റീസെന്റ് സ്റ്റഡീസ് ഷോ ദാറ്റ് മാസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി ആർ ഡൈവേഴ്സ് ആൻഡ് ക്യാൻ വാരി സിഗ്നിഫിക്കന്റ്ലി ഈവൻ വിത്തിൻ എ സിംഗിൾ കൾച്ചർ. ഓക്ലിയുടെ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അക്രോസ് സൊസൈറ്റി ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് ഒരേപോലെയാണ് വിത്തൗട്ട് വേരിയേഷൻ. പക്ഷേ നടത്തിയിട്ടുള്ള പഠനങ്ങൾ എന്ത് തെളിയിക്കുന്നു? മാസ്കുലിനിറ്റി എന്ന് പറയുന്ന ഐഡിയയും ഫെമിനിറ്റി എന്ന് പറയുന്ന ഐഡിയയും ക്യാൻ ബി ഡിഫറെന്റ്. മറ്റു സൊസൈറ്റികളിൽ കൾച്ചറലി ഇറ്റ് ക്യാൻ ബി ഡിഫറെന്റ് എന്നുള്ളതാണ് പറയുന്നത്. സോ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആൻഡ് ഓക്ലിയുടെ തിയറിയിൽ വന്നിട്ടില്ല. അതൊരു ക്രിറ്റിസിസമാണ്. മറ്റൊരു ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ബോബ് കോർണൽ പറയുന്നത് he places a passive versus active process എന്നുള്ള ആ ഒരു ആർഗ്യുമെന്റ് ആണ്. അതായത് കോർണൽ argues that Oakley portrays children as passive sponges who just absorbs role. സോ ബോബ് കോർണൽ പറയുന്നത് എന്താണ്, ഓക്ലി കുട്ടികളെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്, പാസീവ് സ്പഞ്ചസ് ആയിട്ടാണ്. അതായത് എന്താണോ പഠിപ്പിച്ചു കൊടുക്കുന്നത് വിതൗട്ട് ക്വസ്റ്റ്യൻ, വിതൗട്ട് അണ്ടർസ്റ്റാൻഡിങ് അവര് അതങ്ങ് അവരുടെ ഐഡന്റിറ്റി, അവരുടെ ബിഹേവിയറിന്റെ ഭാഗമാക്കുന്നു എന്നാണ് പറയുന്നത്. സോ ദിസ് ഇഗ്നോർസ് റെസിസ്റ്റൻസ്. സോ അവിടെ എന്ത് ചെയ്യുന്നു, കുട്ടികളിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട എന്ന് വെക്കുന്ന ആ ഒരു ഐഡിയ ഇല്ലാത്തത് ആബ്സെന്റ് ആയിട്ടാണ് അവര് അവതരിപ്പിക്കുന്നത്. സോ ദി ആക്റ്റീവ് പെർസ്യൂട്ട് ഓഫ് പ്ലഷർ ഇൻ ആൻഡ് ദി ആക്റ്റീവ് പെർസ്യൂട്ട് ഓഫ് പ്ലഷർ ഇൻ ജെൻഡേർഡ്, അതും ഇത് ആൻ ഓക്ലിയുടെ തിയറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി കമ്മിങ് ടു സിമോൺ ഡി ബുവെയർ. സോ സിമോൺ ഡി ബുവെയർ എന്ന് പറയുന്നത് ഇസ് എ ഫ്രഞ്ച് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് philosopher whose work laid the foundational framework for modern feminism and gender studies. So സിമോൺ ഡി ബുവെയർ ആൻ ഓക്ലിനെ പോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഫ്രഞ്ച് ഫെമിനിസ്റ്റ് ആണ്. സോ ഇവരുടെ വർക്കാണ് പിന്നീട് മോഡേൺ ഫെമിനിസം ആൻഡ് ജെൻഡർ സ്റ്റഡീസിന് ഒരു അടിസ്ഥാനമായിട്ട് വന്നത്. സോ ഇവരുടെ തിയറിയുടെ കോർ തീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫ്രം എ സ്റ്റേറ്റ്മെന്റ്, അതായത് വൺ ഇസ് നോട്ട് ബോൺ ബട്ട് റാദർ ബിക്കംസ് എ വുമൺ. അതായത് ഒരാൾ ജനിക്കുമ്പോഴത്തേക്കും തന്നെ സ്ത്രീ ആയിട്ടോ പുരുഷനായിട്ടോ ജനിക്കുന്നില്ല, പകരം എന്താണ്, ദേ മെയ്ഡ് ഇൻടു വൺ.
So this is Beauvoir's most famous declaration establishing the distinction between sex and gender. So ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് one is not born but rather becomes a woman, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വഴി സിമോൺ ഡി ബൂവർ കാഴ്ചവെക്കുന്ന എന്താണ്? ഷീ ഈസ് എസ്റ്റാബ്ലിഷിംഗ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ. സെക്സ് ആൻഡ് ജെൻഡർ തമ്മിലുള്ള ആ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് സ്ഥാപിക്കുകയാണ്. വൺ ഇസ് നോട്ട് ബോൺ ബട്ട് റാദർ ബിക്കംസ് എ വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജന്മന, അതായത് ജന്മന നമുക്ക് നമ്മളുടെ ജെൻഡർ അല്ലെങ്കിൽ ഏതാണ് നമ്മൾ നിശ്ചയിക്കുന്നതിനാണ് സെക്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് എ ബയോളജിക്കൽ കാറ്റഗറി. ഐദർ യു കൻ ബി എ മെയിൽ ഓർ എ ഫീമെയിൽ. ആൻഡ് ജെൻഡർ, ദാറ്റ് ബിക്കമിങ് ഓഫ് എ വുമൺ എന്ന് പറയുന്നതാണ് ആ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ സെക്സ്. അവിടെ എന്ത് സംഭവിക്കുന്നു? ക്രിയേറ്റിംഗ് ജെൻഡർ. So socially constructed identity that can be masculine or feminine is created through upbringing in the patriarchal society. So at large society നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്? It is by nature patriarchal. So ഒരു മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ മാസ്കുലിൻ ഐഡിയാസ് ആൻഡ് ഫെമിനിൻ ഐഡിയനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ബയോളജിക്കൽ ഈ ഉള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ട് സോഷ്യലി സൃഷ്ടിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ ജെൻഡർ ആയിട്ട് പറയുന്നത്. സോ ഫെമിനിറ്റി ഇസ് നോട്ട് എ നാച്ചുറൽ എസൻസ് ബട്ട് എ മാനുഫാക്ചർഡ് റോൾ ഇമ്പോസ്ഡ് ബൈ സോഷ്യൽ പ്രഷർ. സോ അതുകൊണ്ട് തന്നെ ഫെമിനിറ്റി അല്ലെങ്കിൽ മാസ്കുലിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ നാച്ചുറൽ എസൻസ്, അല്ലെ? നാച്ചുറലി ഒരു വ്യക്തിയിൽ ഉള്ളതല്ല, പകരം എന്താണ്? കൃത്രിമമായിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് എടുക്കുന്ന ഒരു റോളാണ്. And Simone de Beauvoir argues that in a male-dominated society, man is viewed as the self, അല്ലെങ്കിൽ absolute, and while the woman is viewed as the other. So ഇവിടെ എന്താണ് സിമോൺ ഡി ബൂവർ the concept of other എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതായത് ഒരു മെയിൽ ഡോമിനേറ്റഡ് അല്ലെങ്കിൽ പാട്രിയാർക്കിക്കൽ സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്താണ്? മാൻ ആണ് ദി സെൻട്രൽ മോസ്റ്റ് ഫിഗർ അല്ലെങ്കിൽ സെൽഫായിട്ട് ഏറ്റവും ആപ്റ്റ് ഉള്ള വ്യക്തിയായിട്ട് കരുതപ്പെടുന്നത്. ആൻഡ് ഇതിന്റെ ഒരു സബ്മിസീവ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ലെസർ വേർഷൻ ആയിട്ടാണ് സ്ത്രീകളെ കാഴ്ചവെക്കുന്നത്. സോ അതുകൊണ്ടാണ് സിമോൺ ഡി ബൂവർ വിമനെ ദി അതർ ആയിട്ട് പറഞ്ഞത്. സോ വിമൻ ആർ ഡിഫൈൻഡ് ഓൺലി ഇൻ റിലേഷൻ ടു മെൻ. സോ പലപ്പോഴും സ്ത്രീകളെ എന്തായിട്ടാണ് പറയുന്നത്? ഇൻ റിലേഷൻ ടു മെൻ, പുരുഷനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് വാട്ട് ഇസ് എ വുമൻ എന്നുള്ളത്. സോ ഇഫ് എ മാൻ ഇസ് ദ ഡിഫോൾട്ട് ഹ്യൂമൻ ബീങ്, എ വുമൻ ഇസ് സീൻ ആസ് എ ഡീവിയേഷൻ ഫ്രം ദാറ്റ് നോം. സോ ദി അതർ എന്ന് പറയുമ്പോഴത്തേക്ക് ബൂവർ കാഴ്ചവെച്ചത് എന്തായിരുന്നു? മാൻ എന്ന് പറയുന്നതാണ് ബൈ ഡിഫോൾട്ട് ദി ൗത്വമുള്ള പ്രൈമറി ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് പുരുഷനാണ്. ആൻഡ് as objects to be possessed or controlled. സോ അവിടെ എന്ത് സംഭവിക്കുന്നു? സ്ത്രീകളെ എന്തായിട്ടാണ് കാണുന്നത്? സ്ത്രീകളെ വസ്തുക്കളായിട്ട് കാണുകയും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യേണ്ട ഒബ്ജക്ട് പൊസസ് ചെയ്യേണ്ട വസ്തുക്കളായിട്ടാണ് കാണപ്പെടുന്നത്. അതേസമയം പുരുഷന്മാര് എന്താണ്? ദി മെയിൻ ക്യാരക്ടറായിട്ട് അവരാണ് ചിന്തിക്കുന്നതും എല്ലാം നയിക്കുന്നവരായിട്ടാണ് അവരെ കാഴ്ചവെക്കുന്നത്. So Simone de Beauvoir uses three distinct lenses to explain the marginalization of women. So Simone de Beauvoir മൂന്ന് കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുകയാണ് എങ്ങനെയാണ് സ്ത്രീകളെ മാർജിനലൈസ് ചെയ്യപ്പെടുന്നതെന്ന് സ്ഥാപിക്കാനായിട്ട്. സോ അതിന്റെ ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ഉപയോഗിച്ചുകൊണ്ട് എക്കണോമിക് ഡിപെൻഡൻസിനെ അടിസ്ഥാനമാക്കിയിട്ട്, അതായത് വിമൻ ഹാവ് ബിൻ ഹിസ്റ്റോറിക്കലി ട്രാപ്ഡ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡിപെൻഡൻസ് ഓൺ മെൻ ഫോർ സർവൈവൽ. സോ കാലാകാലങ്ങളായിട്ട് എന്താണ് കാണുന്നത്? പുരുഷന്മാരെ ഹെഡ് ഓഫ് ദി ഹൗസ് ഹോൾഡും മെയിൻ ബ്രെഡ് വിന്നേഴ്സ് ആയിട്ട് കാണുമ്പോഴത്തേക്ക് കാഴ്ചവെക്കുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? സ്ത്രീകൾ അവിടെ എന്താണ്? ദ ഡിപെൻഡന്റ് ഓൺ ദീസ് മെൻ. സോ ഹിസ്റ്റോറിക്കലി ഇങ്ങനെയാണ് സ്ത്രീകളെ കാഴ്ചവെച്ചിട്ടുള്ളത്. For centuries, women are treated as legal minors, similar to children, which excluded them from public life, politics, and the creation of history. So, സ്ത്രീകളുടെ ഒരു ലീഗൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സെഞ്ചുറീസ് ആയിട്ട് ലീഗൽ മൈനേഴ്സ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. അതായത്
എന്താണ് പേഴ്സൺസ് ഓഫ് ലീഗൽ ഏജ്, അവര് അഡൾട്ട്ഹുഡ് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു പ്രായപൂർത്തിയായ വ്യക്തിയായി മാറുന്നു. പക്ഷെ സ്റ്റിൽ എന്താണ്, അവർക്കായിട്ട് സ്വയം സൊസൈറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗവുമില്ല. അവര് കുട്ടികളെ പോലെ തന്നെ എന്ത് ചെയ്യപ്പെടുന്നു, പബ്ലിക് ലൈഫിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ അവർക്ക് സാധ്യമല്ല. അതേപോലെ എന്താണ്, ഹിസ്റ്ററിയുടെ ഭാഗവും അവര് ആകുന്നില്ല. സോ ലീഗൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇസ് റെഡ്യൂസ് ടു ലീഗൽ മൈനേഴ്സ്. അതേസമയം അവരുടെ ഒരു പവർ ഇംബാലൻസ് ആണ് ഇത് രണ്ടും കാഴ്ചവെക്കുന്നത്, അല്ലെ? ബിക്കോസ് men have the economic and political power, so they control the narrative of human history, leaving women absent from important records. So സ്ത്രീകൾക്ക് ഈവൻ ദോ പാർട്ടിസിപ്പേഷൻ ഉണ്ടായാൽ പോലും അത് എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. കാരണം എന്താണ്, പുരുഷന്മാർക്ക് പ്രധാനമായിട്ട് എക്കണോമിക് പവറും ഉണ്ട്, പൊളിറ്റിക്കൽ പവറും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് തീരുമാനിക്കാം ഹിസ്റ്റോറിക്കലി എന്തായിരിക്കണം നറേറ്റീവ്, എന്തായിരിക്കണം ഇവിടെ അവതരിക്കപ്പെടേണ്ടതെന്നുള്ളത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു, പലപ്പോഴും സ്ത്രീകളുടെ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ സ്ത്രീകളുടെ റോൾ അവിടെ ഈ നറേറ്റീവിന്റെ ഭാഗമായി മാറുന്നില്ല. ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസിന്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ. മറ്റൊരു ലെൻസ് സിമോൺ ഡി ബൂവർ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഇസ് എക്സിസ്റ്റൻഷ്യലിസം. സോ ഇവിടെ എക്സിസ്റ്റൻസ് precedes essence എന്നുള്ളതാണ്. സോ a person is not born with a premeditated അല്ലെങ്കിൽ predetermined nature. So we create our own identity through our choices and life circumstances. So ഇവിടെ എന്താണ്, ബേസിക്കലി സെക്സ് ആൻഡ് ജെൻഡർ എന്നുള്ള ഡിസ്റ്റിങ്ഷൻ ആണ് പറയുന്നത്. ഒരാൾ ജനിക്കുമ്പോഴത്തേക്ക് തന്നെ അവരുടെ സെക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതാണ് നിങ്ങളുടെ നേച്ചർ ആയിരിക്കും, നിങ്ങൾ സ്ത്രീയാണ് നിങ്ങൾ ഫെമിനിൻ ആയിരിക്കണം, നിങ്ങൾ പുരുഷനാണ് നിങ്ങൾ മാസ്കുലിൻ ആയിരിക്കണം എന്നുള്ള ആ ഒരു പ്രീ ഡിറ്റർമിൻ നേച്ചറോടെ അല്ല ഒരു വ്യക്തി ജനിക്കുന്നത്. പകരം എന്താണ്, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ കൂടെയും സർക്കംസ്റ്റാൻസസിൽ കൂടെയാണ് ഈ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഐഡന്റിറ്റി നമ്മളിലേക്ക് വരുന്നത്. ആൻഡ് ദർ ഇസ് എ റിജക്ഷൻ ഓഫ് ഇന്നേറ്റ് ഫെമിനിറ്റി, അതായത് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫെമിനിൻ നേച്ചർ, നമ്മുടെ പുറമെ നടക്കുന്നതല്ല ഈ ഫെമിനിറ്റി എന്ന് പറയുന്നത്. സോ Hello, ma'am. ഇതിന്റെ ഭാഗമായിട്ട് സിമോൺ ഡി ബോർ ഇസ് റിജക്ടിങ് ദി ഇന്നേറ്റ് ഫെമിനിറ്റി, അതായത് ഇറ്റ് ഇസ് സംതിങ് പാർട്ട് ഓഫ് യുവർ നേച്ചർ എന്നുള്ള ഇത് തള്ളിക്കളയുകയാണ്. മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ സൈക്കോ അനാലിസിസ്. സോ സൈക്കോ അനാലിസിസിന്റെ ഭാഗമായിട്ട് ഷീസ് ഡീകൺസ്ട്രക്ടിങ് മിത്സ്, അതായത് സിമോൺ ഡി ബൂവർ എക്സാമിൻസ് മിത്സ് ഓഫ് ഫെമിനിറ്റി ഫൗണ്ട് ഇൻ ആർട്ട്, റിലിജിയൻ ആൻഡ് ലിറ്ററേച്ചർ. സോ പലപ്പോഴും നമ്മൾ ആർട്ട് എടുത്ത് നോക്കിയാലും മതം എടുത്ത് നോക്കിയാലും എല്ലാം എന്താണ്, സ്ത്രീകളെ കുറിച്ച് അല്ലെങ്കിൽ ഫെമിനിറ്റീനെ അടിസ്ഥാനമാക്കിയിട്ട് ഇതെല്ലാം ആരുടെ കാഴ്ചപ്പാടിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്, പുരുഷന്മാരുടെ കാഴ്ചപ്പാടിൽ സൃഷ്ടിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവർ ഫെമിനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതാണ് അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. സോ ആർട്ടായാലും റിലിജിയൻ ആയാലും ലിറ്ററേച്ചർ ആയാലും ഇതിലെല്ലാം കാഴ്ചവെക്കുന്ന ഫെമിനിറ്റി എന്നുള്ള ഈ ഐഡിയോളജി ആരുടെ ഫെമിനിൻ ഐഡിയോളജിയാണ്, പുരുഷന്മാരുടെ ഐഡിയോളജിയാണ്. ആൻഡ് പുരുഷന്മാരുടെ സൈക്കോളജിക്കൽ നീഡ്സിനെ അടിസ്ഥാന
ഹലോ മാം, കട്ടായി പോയല്ലോ. ഹലോ മാം. ഞാൻ പറയുന്ന കേൾക്കാമായിരുന്നോ? ഇടയ്ക്ക് കണക്ഷൻ പോയതാ, അതുകൊണ്ടാണ് ചോദിച്ചത്. കുറച്ച് കട്ടായി പോയി. ഓക്കെ, ഞാനിപ്പോ എന്റെ ഐ ഡി തന്നെ റീജോയിൻ ചെയ്ത്. ഡിപ്പാർട്ട്മെന്റ് ഐ ഡിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആരും റെസ്പോണ്ട് ചെയ്യുന്നത് ഐഡിയ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ഇല്ല? അല്ല, കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. ക്ലാസ്സിലുണ്ടായിരുന്നു. ഓക്കെ, എനിക്കിടയ്ക്ക് കണക്ഷൻ പോയതാ. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പൊ സോ സൈക്കോ അനാലിസിസ് ആണ് നമ്മൾ പറഞ്ഞിട്ടിരുന്നത്. സോ അവിടെ കാഴ്ചവെക്കുന്ന ഫെമിനിൻ ഐഡിയോളജി ആരുടെയാണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി മെയിൽ സൈക്കോളജിക്കൽ നീഡ്സ്. സോ ഈ പറയുന്ന കൾച്ചറൽ മിത്സിലെല്ലാം തന്നെ എന്താണ്, ദ ഫീമെയിൽ റോൾ ഇസ് ഓൾവേസ് പൊർട്രേഡ് ആസ് ഇൻആക്റ്റീവ് ഓർ സബോർഡിനേറ്റ്. സോ ഇവിടെ സ്ത്രീകളെ എപ്പോഴും കാഴ്ചവെക്കുന്നത് എങ്ങനെയാണ്? ഒരു സബ്മിസീവ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ലെസർ ബീയിങ്. നമ്മുടെ ആരാണ് ആൻ ഓക്ലി പറയുന്ന പോലെ ദി അതർ ആയിട്ട്, അനോക്ലി അല്ല, സിമോൺ ഡി ബുവർ തന്നെ പറയുന്ന പോലെ ദി അതർ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒരു മെയിൻ ക്യാരക്ടർ ആയിട്ടല്ല ഒരിക്കലും സ്ത്രീനെ കാഴ്ചവെച്ചിട്ടുള്ളത്. പകരം എന്താണ്, ഒരു സപ്പോർട്ടിങ് അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ റോളും ഇല്ലാതെ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന വ്യക്തികളായിട്ടാണ് ഈ കൾച്ചറൽ മിത്സിലെല്ലാം കാഴ്ചവെക്കുന്നത്. So Simone de Beauvoir highlights that in popular culture and religion, women are valued only for their ability to fulfill male desires. So സിമോൺ ഡി ബുവർ പറയുന്നത് എന്താണ്, കൾച്ചർ എടുത്താലും റിലിജിയൻ എടുത്താലും അവിടെ സ്ത്രീകളുടെ വാല്യൂ എന്തിലാണ് ചുരുക്കപ്പെടുന്നത്? പുരുഷന്മാരുടെ ആവശ്യത്തിന് എത്രത്തോളം അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അവരുടെ ഡിസയേഴ്സിനെ എങ്ങനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കപ്പാസിറ്റിയിലേക്ക് ഒതുങ്ങുകയാണ് സ്ത്രീകളുടെ വാല്യൂ എന്ന് പറയുന്നത്. സോ വിതൗട്ട് എ റിലേഷൻഷിപ്പ് ടു എ മാൻ, അത് മാരേജ് ആയാലും സെഡ്യൂസിങ് റോളിലായാലും അല്ലെങ്കിൽ ഒരു ചേസ് ചെയ്യുന്ന പെർസ്യൂട്ടിലായാലും, എ വുമൻ ഇസ് ഓഫൻ പ്രൊട്രേഡ് ആസ് ഹാവിംഗ് നോ സോഷ്യൽ സിഗ്നിഫിക്കൻസ്. സോ ഒരു സ്ത്രീക്ക്, സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അവർക്ക് സ്വയം അവരുടെ ഒരു വ്യക്തിത്വമോ സോഷ്യൽ സെറ്റിംഗിൽ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പോ ഉള്ളതായിട്ട് പറയുന്നില്ല. അവർക്ക് എപ്പോൾ മാത്രമേ സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഉള്ളൂ? ഓൺലി വെൻ ബീങ് കൺസിഡേർഡ് ടു ബി ഇൻ എ റിലേഷൻഷിപ്പ് വിത്ത് എ മാൻ. അത് മാരേജിലായാലും സെഡക്ഷനിലായാലും പെർസ്യൂട്ടിലായാലും. And the very language used to describe the human experience is male-centric, excluding female perspective. So നമ്മൾ റിലിജിയൻ എടുത്താലും കൾച്ചർ എടുത്താലും ഹിസ്റ്ററി എടുത്താലും ഇവിടെ എല്ലാം പ്രയോഗിക്കപ്പെടുന്ന ഭാഷ തന്നെ എന്താണ്, വെർബൽ ലാംഗ്വേജ് തന്നെ എന്താണ്, അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഹ്യൂമൻ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് വോയിഡ് ഓഫ് ദി ഫെമിനിൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് വോയിഡ് ഓഫ് ദി ഫീമെയിൽ പെർസ്പെക്റ്റീവ്. അവിടെ സ്ത്രീകളുടെ പെർസ്പെക്റ്റീവിനെ കുറിച്ച് പറയുന്നില്ല. അവിടെ മെയിൽ സെൻട്രിക് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ മാത്രമേ അവതരിപ്പിക്കപ്പെടുന്നുള്ളൂ. സോ ആൻ ഓക്ലി വേഴ്സസ് സിമോൺ ഡി ബുവറിന്റെ ഒരു കമ്പാരിസൺ നമ്മൾ നടത്തുകയാണെങ്കിൽ, ആൻ ഓക്ലിയുടെ ഫോക്കസ് എവിടെയായിരുന്നു? സോഷ്യോളജിക്കൽ മെക്കാനിസത്തിലായിരുന്നു. അതായത് സോഷ്യലി കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രവൃത്തികൾ, മാനിപ്പുലേഷനിലൂടെയും കാനലൈസേഷനിലൂടെയും വെർബൽ കൺസ്ട്രക്ഷനിലൂടെയും എല്ലാം എങ്ങനെയാണ് ജെൻഡർ
നമ്മൾ ഒരു വ്യക്തിയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം സിമോൺ ഡി ബൂവറിന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫിക്കൽ ആയിരുന്നു കുറച്ചും കൂടെ. ആൻഡ് ആൻ ഓക്ലി മോഡേൺ സൊസൈറ്റീസിനെ കുറിച്ചാണ് കൂടുതലും പറഞ്ഞത്. മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിൽ സ്ത്രീകൾ കാഴ്ചവെക്കുന്നത് എങ്ങനെയാണ്, സ്ത്രീകളുടെ ജെൻഡർ ഒബ്ജക്റ്റ് ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് പറഞ്ഞത് കുറച്ചും കൂടെ ചരിത്രം ബേസ്ഡ് ആയിട്ട് ഹിസ്റ്റോറിക്കൽ ആൻഡ് ആശയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ജെൻഡർ എന്ന് പറയുന്നത് ഇസ് എ സോഷ്യൽ കൺസ്ട്രക്ഷൻ തോട്ട് ബൈ ദി ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ. ആൻഡ് സിമോൺ ഡി ബൂവറുടെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി റോൾ ആണ് വിച്ച് ഇസ് ഫോഴ്സ്ഡ് അപ്പോൺ വിമൻ സിൻസ് ഏൻഷ്യൻ ടൈംസ്. സോ സിമോൺ ഡി ബൂവർ പറയുന്നത് എന്താണ്, ജെൻഡർ എന്നുള്ള ആശയം ഒരു രണ്ടാം ഘട്ടം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ആയിട്ടുള്ള റോള് മാത്രമാണ്. ആൻഡ് വിച്ച് ഇസ് ഫോഴ്സ്ഡ് അപ്പോൺ വുമൻ, സ്ത്രീകളുടെ മേൽ ബലമായിട്ട് ഏൽപ്പിക്കപ്പെടുന്നതാണ് ജെൻഡർ എന്നുള്ളതാണ് സിമോൺ ഡി ബൂവർ പറയുന്നത്. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ യൂണിറ്റ് 1. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ രണ്ടുപേരും ഏത് LSE ആണെന്നൊന്ന് പറയാമോ? ഹലോ മാം, എന്തായിരുന്നു പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. കൂടാതെ നിങ്ങളുടെ LSE ഒന്ന് പറയാമോ, സുകന്യയും ഷീബയും? ഞാൻ സുകന്യ, പാലക്കാട്, വിക്ടോറിയ. വിക്ടോറിയ ആണോ? മാം കേൾക്കാമോ സുകന്യ? ഇപ്പോ ഹലോ മാം, കേട്ടില്ല, ക്ലിയർ ആവണമെന്നില്ല, അതുകൊണ്ടാ. ഞാൻ ചോദിച്ചത് ഏതാണ് LSE എന്നാണ്. വിക്ടോറിയ എന്ന് വിക്ടോറിയ പാലക്കാടാണോ? അതെ അതെ അതെ. ഓക്കെ, നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ് നടക്കുന്നതല്ലേ? അതെ, നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ ഇലക്ഷന്റെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ഇതുണ്ടായിരുന്നു, ബുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം ഓക്കെ, അപ്പൊ നിങ്ങളുടെ കോർഡിനേറ്റർ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് ക്ലാസ്സസ് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഓഫ്ലൈൻ ആയിട്ട്? ഉണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഓഫ്ലൈൻ ആയിട്ട് തരുന്നതുകൊണ്ട് ഇപ്പൊ അവിടെ അത് ഞാൻ പറഞ്ഞില്ലേ, ഇലക്ഷന്റെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് തരാന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോ ക്ലാസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? ഓക്കെയാണ് മാം. 1-2 ഡൗട്ട് ഉണ്ടായിരുന്നു അതിനകത്ത്. എനിക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല, വോയിസ് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല, അതായിരുന്നു പ്രശ്നം പറ്റിയത്. ആണോ? എനിക്ക് ഇടയ്ക്ക് കണക്ഷൻ പോകുന്നുണ്ടായിരുന്നു, അതുണ്ടായിരിക്കാം. അതിനകത്ത് പറഞ്ഞിട്ട് കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് തിയറി, അവിടെ എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് തിയറി, ഓക്കെ, ഒന്നും കൂടെ നമുക്ക് പറയാം. ഓക്കെ മാം. സോ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് തിയറി എന്ന് പറയുന്നത്, കോഗ്നേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു വ്യക്തിയുടെ സ്കിൽസ്, അതായത് ഇന്റലക്ച്വൽ സ്കിൽസിനെ കുറിച്ചാണ് നമ്മൾ കോഗ്നേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതേപോലെ തന്നെ ഈ തിയറിയിൽ പറയുന്നത് പറഞ്ഞാൽ ദ ഫോക്കസ് is on internal mental process of the child and their developing intellect. സോ ഇവിടെ ഒരു കുട്ടിക്ക് ജെൻഡറുമായിട്ട് അടിസ്ഥാനപ്പെട്ടിട്ടുള്ള ഇന്റേണലി നടക്കുന്ന അവരുടെ മെന്റൽ പ്രോസസ്സും അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് ഈ തിയറി പറയുന്നത്. സോ ഇവിടുത്തെ ഒരു പ്രധാന ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ റോൾസ് ആർ ടൈഡ് ടു എ ചൈൽഡ് സ്പെസിഫിക് ഡെവലപ്മെന്റൽ സ്റ്റേജസ്. ഓരോ കുട്ടിയുടെ ഓരോ സ്പെസിഫിക്, ഒരു കുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് പെർട്ടിക്കുലർ ഏജ് എത്തുമ്പോഴത്തേക്ക് എന്താണ് അവർക്ക് ഉണ്ടായിരിക്കേണ്ട ചില ബോധ്യങ്ങളും ചില അണ്ടർസ്റ്റാൻഡിങ്സും സ്കിൽസും ഉണ്ടല്ലേ, അതേപോലെ തന്നെയാണ് ജെൻഡർ റോൾസ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ a critical milestone where a child realizes that gender is a permanent trait. അതായത് ഈ ഒരു പ്രോസസ്സിൽ, അതായത്
കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു കുട്ടിക്ക് സ്വയം ബോധ്യമുണ്ടാകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പെർട്ടിക്കുലർ ജെൻഡർ, അതായത് മെയിൽ ആകാം ഫീമെയിൽ ആകാം, ഈ ഒരു പെർട്ടിക്കുലർ ജെൻഡറിൽ ഉള്ള ഒരു വ്യക്തിയാണെന്നുള്ള ബോധ്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. സോ അത് ഈ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണെന്നും ആൻഡ് ആ ജെൻഡർ റിയലൈസേഷൻ വഴി എന്താണ് അതൊരു പെർമനന്റ് ആയിട്ടുള്ള ട്രേറ്റ് ആണെന്നാണ് പറയുന്നത്. So it explains how children actively seek to understand and characterize their environment based on their current stage of cognitive growth. So ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഇന്ററാക്ഷൻ വഴി, അതായത് കുട്ടികൾ കടന്നു പോകുന്ന ഓരോ ആക്ടിവിറ്റീസിൽ കൂടെ അവർ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അവര് സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ആൻഡ് അവരുടെ ജെൻഡർ എന്താണെന്നുള്ളതും ആ ഒരു ഡെവലപ്മെന്റ്, ആ ഒരു ബോധ്യം അവർക്ക് ഉണ്ടാകുന്നത് ഒരു കോഗ്നേറ്റീവ് ഗ്രോത്തിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. അതാണ് കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് തിയറി. സോ അവിടുത്തെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ പ്രോസസ്സിലാണ്, അല്ലെങ്കിൽ അവരുടെ ഇന്റലക്ച്വൽ കാഴ്ചപ്പാടിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നാളെയും ക്ലാസ് ഉണ്ട്, പക്ഷെ ഈ ക്ലാസ് ഉദ്ദേശിച്ചേക്കുന്നത് നിങ്ങൾക്കല്ല, ഈവൻ ഫറൂഖ് കോളേജുകാർക്കും അല്ല. ഫറൂഖിനും നിങ്ങളുടെ കോളേജിലും എല്ലാം ഓഫ്ലൈൻ ക്ലാസ്സസ് ഉള്ളതാണ്. ഇത് ഇടുക്കിയിലുള്ള കട്ടപ്പന ബാച്ചിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് നടക്കുന്നത്. അതെല്ലേ, പക്ഷെ എനിക്ക് ബുക്കും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് ക്ലാസ് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാനത് കയറി നോക്കിയതാണ്. ഞാനപ്പം കേറുന്നതിൽ ഇഷ്യൂ ഇല്ല, പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ് കിട്ടുമ്പോ അതിലും കൂടെ പോവാൻ ആയിട്ട് എന്തായാലും ശ്രമിക്കാം. പോവാറുണ്ട്. ഓക്കെ, അപ്പൊ നാളെയും ക്ലാസ് ഉണ്ട് ഇതേ സമയം തന്നെയാണ്, 7 തൊട്ട് 8:30 വരെ. നാളെ നമുക്ക് 2 യൂണിറ്റ്സ് ഉണ്ട് കവർ ചെയ്യാനായിട്ട്. ആയിരിക്കും മാം തന്നെ ആയിരിക്കില്ല? അതെ, ഞാൻ തന്നെ ആയിരിക്കും. ഓക്കെ ഓക്കെ, സോ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.